بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. الفخر إلا لأهل العلم إنهم على الهدى لمن استهدى أدلاء، وقدر كل امرئ ما كان يحسنه والجاهلون لأهل العلم أعداء. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിംകൾ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഓരോ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മുടെ ഈ പ്രദേശത്ത് വെച്ച് നടക്കുന്ന ഏറ്റവും കൂടുതൽ ദുആഇന് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു സദസ്സാണ് തഅജീലുൽ ഫുതൂഹ് ബദരിയത്ത് മജ്ലിസ്. മഹാരഥന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മാസം നാം അനുസ്മരിക്കേണ്ട ധാരാളം മഹാരഥന്മാരുണ്ട്. അവരിൽ പ്രധാനിയാണ് സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെയും ഇപ്പോൾ നാം അനുസ്മരിക്കാൻ പ്രത്യേകം ഒരുമിച്ച് കൂടിയ ഷെയ്ഖുന ചെറിയപ്പി ഉസ്താദ് അടക്കം എല്ലാവരുടെയും സാന്നിധ്യങ്ങളിലേക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. വളരെ കൺകുളിർമയാർന്ന അമലായി അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇഷ്ടജനങ്ങൾ എല്ലാവരെയും സ്വർഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചവരാണ് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉഖ്റവിയായ ഉലമാ.
അവർക്ക് വലിയ സ്ഥാനവും മാനവുമാണ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടൊപ്പവും മലക്കുകളോടൊപ്പവും ചേർത്തി പറഞ്ഞവരാണ് ഉലുൽ ഇൽമ്, പണ്ഡിതന്മാർ. അവരുടെ സാക്ഷിത്വം ആ രൂപത്തിൽ അംഗീകരിക്കപ്പെടുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് അല്ലാഹു തആല സാക്ഷി പറഞ്ഞു. ഏറ്റവും വലിയ സാക്ഷിയാണ് അല്ലാഹുവിന്റെ സാക്ഷിത്വം. അമ്പിയാക്കൾക്കടക്കം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും എന്നവർ രേഖപ്പെടുത്തിയപ്പോൾ, എന്നാ നിങ്ങളാ പറഞ്ഞതിന് ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നതിന് അല്ലാഹുവിനെയും മലക്കുകളെയും സാക്ഷികളായി എണ്ണിയപ്പോൾ അല്ലാഹു കൂട്ടത്തിൽ പറഞ്ഞു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അറിവുള്ളവരും ആ വിഷയത്തിന് സാക്ഷി പറഞ്ഞവരാണ്. അപ്പോൾ ഉലമാഇന്റെ സാക്ഷിത്വം, ഷഹാദത്ത് ഏറെ പരിഗണിക്കപ്പെടുന്ന ഒന്നാകാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചെയ്തവരാണ് ഉലമാ. ഉഖ്റവിയ ഉലമാഇന് അല്ലാഹു നൽകിയ സ്ഥാനവും ബഹുമാനങ്ങളും വിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ബഹുമാനം നൽകിയവരാണ് ഉലമാ. അതുകൊണ്ടാണ് ആ ഉലമായിനെ സംബന്ധിച്ച് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാഇന്റെ അനന്തരാവകാശികളാണ്. ദീനാറും ദിർഹമുമല്ല അവർ അനന്തരമെടുത്തത്. വഇന്നമാ വറസുൽ ഇൽമ, അവർ അനന്തരമെടുത്തത് അറിവിനെയാണ്. അറിവാണ് ഏറ്റവും വലിയ ധനം. ഏറ്റവും വർദ്ധിപ്പിക്കേണ്ട ധനവും അറിവാണ്. ആ അറിവിനെ ലോകത്ത് സംവിധാനിച്ച് വിതരണം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഉലമാ ആണ്. ധാരാളം ഉലമാക്കളുണ്ടെങ്കിലും എല്ലാവരുടെയും അറിവും കഴിവും ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. ഉലമാഇന്റെ കൂട്ടത്തിൽ ഉഖ്റവിയായ ഉലമാഇന് അല്ലാഹു നൽകിയ സ്ഥാനമാണ് ഖുർആനിൽ നിന്ന് നേരത്തെ സൂറത്തുൽ ഫാത്തിറിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു അമിനൻ നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്. മനുഷ്യരിലും ഇഴജന്തുക്കളിലും മൃഗങ്ങളിലും വ്യത്യസ്ത സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും നിറവും ഉള്ളും പുറവും ഒരുപോലെയല്ല. അതിലേറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ളത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അൽ ഉലമാഉ, ഉഖ്റവിയായ പണ്ഡിതന്മാരാണ്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സൂക്ഷ്മതയുടെ എല്ലാ തലങ്ങളും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീഫമാരായി നിശ്ചയിച്ച മനുഷ്യരിൽ അല്ലാഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് ലോകത്ത് പ്രാതിനിധ്യം വഹിക്കുന്ന പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടും മറ്റു ജീവികളോടും സ്നേഹവും ദയവും കാണിക്കുന്നത് പോലെ, കാണിക്കാൻ പഠിപ്പിച്ചതുപോലെ നന്നായി അത് കാണിക്കുകയും പഠിപ്പിക്കുകയും അതേ രൂപത്തിൽ വർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഉലമാ. കാരണം അവർക്ക് അള്ളാഹുവിന് അത്രയും വലിയ ഖശിയത്താണ്, പേടിയാണ്. അള്ളാഹുവിനെ അവർ കൂടുതൽ പേടിക്കുന്നത് അവരെ ഇൽമിന്റെ അടയാളമാണ്. ജനങ്ങളെയല്ല അവർ ഭയക്കുന്നത്, അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് കൃത്യമായും ആരറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വരുന്നത് ഉഖ്റവിയായ ഉലമാ ആണ്. അവർക്ക് വലിയ സ്ഥാനവും ബഹുമാനവുമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നാളെ പോയി കിടക്കുന്ന ഖബറിൽ സധൈര്യം മലക്കുകൾ നേരിട്ട് ആ മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോൾ, മുൻകർ നക്കീർ അലൈഹിമു സ്വലാത്തു വസ്സലാം എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകുന്ന ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു
ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഖൗലു സാബിത്ത് കൊണ്ട്, ഉറച്ച വിശ്വാസം കൊണ്ട്, മറുപടി കൊണ്ട് അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തുന്നവർ അല്ലദീന ആമനു, ഈമാനുള്ളവർ. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പഠിപ്പിക്കുന്നു, അവിടെ ഉഖ്റവിയ ഉലമാഇന് വലിയ സന്തോഷമുണ്ട്. എന്താ സന്തോഷം? മലക്കുകളെ ചോദ്യത്തിന് അവർ തീരെ ഭയപ്പെടുകയില്ല, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചതുകൊണ്ട്. മഹാനവറുകൾ വിശദീകരിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ അടുത്തേക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ എങ്ങനെയുണ്ടാകും? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെ അല്ലാതെ ദുനിയാവിൽ ഒരാളെയും പേടിക്കാത്ത ആളാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഒരൊറ്റ കുട്ടിയെയും പേടിയില്ല. അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാതെ ഒരൊറ്റ കുട്ടിയെയും ഉമർ റളിയല്ലാഹുവിന് ഭയമില്ല. ആ രൂപത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ജീവിച്ച ഔലിയാക്കളിൽ പ്രധാനിയായ ഉമർ റളിയല്ലാഹുവിനോടൊരു ചോദ്യം, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപഭാവങ്ങളൊക്കെ വിശദീകരിച്ച് അവരെ ശബ്ദവും അവരെ ആകൃതിയും അവർ കണ്ടാൽ പേടിപ്പിക്കുന്ന രൂപവും ഇതൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഞാൻ ആ ഹദീസ് വിശദീകരിച്ച് പറയല്ല, അതൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ രൂപഭാവങ്ങളൊക്കെ, പേടിപ്പെടുത്തുന്ന രൂപഭാവങ്ങൾ. ആ രൂപഭാവങ്ങളോട് അവർ വരുമ്പോൾ അവർ നേരിടാനൊരു സ്ഥൈര്യമാണ്. എങ്ങനെ ഉണ്ടാകുന്ന വെച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഞാൻ ഇന്ന് ഈ നിലകൊള്ളുന്ന പവർ എനിക്ക് അന്നുണ്ടാകുമോ? ഇന്നിപ്പോ ഞാൻ ഈമാനിൽ വല്ലാത്ത ആവേശത്തിൽ നല്ല പ്രവർത്തനത്തോടെ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഖബറിലെത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ഒരു പവർ എനിക്ക് തരുമോ? അതിന് കുഴപ്പമൊന്നും ഉണ്ടാകൂല. എന്നാ പിന്നെ അവരെ നേരിടാൻ എനിക്ക് പ്രശ്നമില്ല. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം അല്ല ആര് വന്നാലും എനിക്ക് നേരിടാൻ പറ്റും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. വന്നിട്ട് ചോദ്യം ചോദിച്ചു. ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞപ്പോ തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ റബ്ബുക്കുമാ, നിങ്ങളെ റബ്ബാരാ? കുറെ നേരമായാലും എന്നോട് ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ. എന്റെ റബ്ബാരാണ്, നബിയാരാണ്, എന്താ ഇമാമ് ആരാണ്, ഇഖ്വാൻ ഒക്കെ ഞാൻ പറഞ്ഞു. തിരിച്ചങ്ങോട്ടും വേണ്ട, എനിക്കൊന്നറിയാം നിങ്ങളെ റബ്ബാരാണ്, നിങ്ങളെ നബി ആരാണ്. സധൈര്യം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറഞ്ഞു, ഇന്നഹു ഉമറു, ഇത് ഉമറാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറയുമെന്ന് മലക്കുകൾക്കും അറിയാം. അപ്പൊ അവര് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി സന്തോഷപൂർവ്വം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ മറുപടി പറയാൻ കെൽപ്പുള്ള ആളുകളാണ് അൽ ഉലമാ ഉൽ ഉഖ്റവിയ്യ. ഉഖ്റവിയായ പണ്ഡിതന്മാർക്ക് അതിനൊരു ധൈര്യം ഉണ്ടാകും. ആ ധൈര്യം അവർക്കുണ്ടാകാൻ കാരണം ദുനിയാവിൽ അവർ ഏറ്റവും കൂടുതൽ ഭയന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് അൽ ഉലമാ ഉഖ്റവിയ ഉലമാ ആണ്. അതുകൊണ്ട് കൃത്രിമം നടത്തൂല, ആളുകളെ വഞ്ചിക്കുകയില്ല. നല്ല സൂക്ഷ്മതയിലുള്ള ജീവിതം, നല്ല സ്വഭാവം, രാവും പകലും കൂടെ നടന്നാൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് ചര്യകൾ. നിങ്ങൾ നോക്ക്, വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല, എന്നാലും അനുസ്മരണമല്ലേ. ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറിയ ഉസ്താദിനടുക്കൽ കുറച്ച് വർഷക്കാലമാണെങ്കിലും തുടക്കം മുതലില്ലെങ്കിലും ഒരു 5-6 വർഷം എനിക്കവിടെ പഠിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചു തന്നതും നമ്മൾ പഠിച്ചതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ധാരാളം ശിഷ്യഗണങ്ങൾക്ക് ഉസ്താദ് ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ കുത്തിരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ, കൊല്ലം അങ്ങോട്ട് പിറ്റത്തൊല്ലം അങ്ങോട്ടല്ല, നമ്മളെ കൊണ്ടുവരെ അതിന് സാധിക്കുന്നില്ല. കാരണങ്ങൾ പലതും ആകാം. ഒരേ മഹല്ലത്തിൽ കാന്തപുരത്ത് ആണ് ഉസ്താദ് കാര്യമായ ദർസ് നടത്തിയത് 35 വർഷത്തിലധികം. അത് വലിയൊരു ഉയർച്ചയുടെ കാരണമാണ്. നമ്മളെ മുത്തഅല്ലിമുകളൊക്കെ ഓതുന്ന താലീമുൽ മുത്തഅല്ലിമിൽ ഫസ്ലുൻ ഫി ദവാമി വസ്സബാത്തി എന്ന് പറയുന്നൊരു ഫസ്ലുണ്ട്. അതിലൊരു ബെയ്ത്ത് കാണാം, ലികുല്ലിൻ ഇലാ ശഅവിൽ ഉലാ ഹറകാതു വലാകിൻ അസീസുൻ ഫിർ റിജാലി സബാതു. ഉയരങ്ങളിലേക്ക് പോകാൻ ഓരോരുത്തർക്കും പ്രത്യേക ചലനങ്ങളുണ്ട്. പക്ഷേ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നവർ കുറവാണ്. ഒരേ സ്ഥലത്ത് ഉറച്ചു നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. തരണം ചെയ്യാനുള്ള കഴിവ് വേണം. അതാണ് കഴിവ്. സാരമില്ല എന്ന് വെക്കാനുള്ള മനസ്സ് വേണം.
അത് ചെറിയ മനസ്സൊന്നല്ല, വലിയ മനസ്സാണ്. അത്രയൊക്കെ മതിയെന്ന് ചിന്തിക്കാനുള്ളത്. എല്ലാ വിഷയത്തിലും അത്രയൊക്കെ മതിയെന്ന് ചിന്തിച്ചാൽ നല്ല ജീവിതമല്ലേ ഇവിടെ. ഔലിയാക്കളെ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൗബ കഴിഞ്ഞ് അടുത്ത തന്നെ എണ്ണിയത് ഖനാഅത്താണ്. അത് ചെറിയൊരു സംഗതിയല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഉയർന്ന ലെവലാണ്. പക്ഷെ അതിന് കഴിയണം. മനസ്സും ശരീരവും അതിന് പാകപ്പെടണം. അങ്ങനെ പാകപ്പെടുത്തി ചിട്ടപ്പെടുത്തി ജീവിച്ച ഉലമാകളിൽ വ്യത്യസ്ത നിലപാടിൽ ഉറച്ചു നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ്. അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. പ്രതിസന്ധികൾ ധാരാളമുണ്ട്. കുറേ മുത്തഅല്ലിമുകൾ, കുറഞ്ഞ സൗകര്യം. അങ്ങനെ ആരെങ്കിലും കിട്ടുമോ? 110 മുത്തഅല്ലിമുകൾക്ക് ആകെ എല്ലാവർക്കും കൂടിയുള്ളത്, സൗകര്യങ്ങളുള്ളത് ഒറ്റ ബാത്റൂമാണ്. അതന്നെയാണ് ഉസ്താദിനുള്ളത്. വർഷങ്ങളോളം. പിന്നെയാണ് രണ്ടായത്. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ വന്നതാണ്. പക്ഷെ അത് മതി. കാരണം ഇവിടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ദീന് പഠിക്കലും പഠിപ്പിക്കലുമാണ്. അപ്പൊ ഉസ്താദ് അതിൽ സബർ ചെയ്യുമ്പോ മുത്തഅല്ലിമീങ്ങളും സബർ ചെയ്യും. സ്വാഭാവികമാണ്. ഉസ്താദ് അങ്ങനെയല്ല നിൽക്കുന്നത്. പിന്നെ നമുക്കെന്താ വിഷമം? ആരെങ്കിലൊക്കെ പരാതി പറയുമ്പോ അതൊക്കെ മതി എന്ന് പറയും. അപ്പൊ പിന്നെ പരാതി ഉണ്ടാകൂല. അത്രക്കെ മതി, നമ്മൾ പഠിക്കാനല്ല, അങ്ങനൊക്കെ മതി എന്ന് പറയും. ചെറിയ സൗകര്യങ്ങളിലാണ് ഇത്രയും വർഷക്കാലം നീണ്ട മുത്തഅല്ലിമുകൾക്ക് ദർസ് നടത്തിയത്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് അവറുകളുടെ ദർസിൽ രണ്ടാം മുദരിസായി ബാക്കിയാത്തിൽ പോയി തിരിച്ചു വന്നപ്പോ രണ്ടാം മുദരിസായി അവിടെ ചേർന്ന് അങ്ങനെ പിന്നെ നീണ്ട കാലം അവിടെ ദർസ് നടത്തിയപ്പോ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഉസ്താദ് മർക്കസുമായി ബന്ധപ്പെട്ട് മർക്കസിൽ തന്നെയായി സുൽത്താനുൽ ഉസ്താദ് അവർകൾ. പിന്നെ ചെറിയ ഉസ്താദ് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടെയുള്ള ദർസ്, ആഴത്തിലുള്ള ഇൽമ്. ഞാൻ ആ ദർസിലെത്തിയപ്പോ പൊതുവെ എന്റെ ദർസിന്റെ തുടക്കം, ഞാൻ എന്റെ ചരിത്രം പറയാൻ വേണ്ടി വന്നതല്ലോ, ഉസ്താദിന്റെ പറയണം. എന്റെ ചരിത്രമല്ലല്ലോ പറയണ്ടേ, നമ്മളാരും അല്ലല്ലോ. ഞാൻ ദാറുല്ലമാനിൽ നിന്ന് തുടങ്ങി. നമുക്ക് ദർസ് നടത്തി തന്ന ഉസ്താദുമാരിൽ വഫാത്തായി പോയവരുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം TC ഉസ്താദ്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ആക്കൂർ TC ഉസ്താദ് അവിടെ ദർസ് നടത്തിയ ഉസ്താദായിരുന്നു. നമ്മുടെ ഉസ്താദുമാരിൽ ഒരാളാണ്. തറയിട്ടാൽ ഉസ്താദും ഇവിടെ നിങ്ങളെ തൊട്ടടുത്തുള്ള ഊരകം ഖാരി അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദും അവരൊക്കെ നമ്മൾ ഉസ്താദ്മാരാണ്. അവരെ കീഴിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉസ്താദുമാരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോ എങ്ങോട്ട് പോകണം എന്നറിയാതെ നമ്മളെ കുറച്ച് ആൾക്കാരവിടെ കുടുങ്ങിയപ്പോ, തറയിട്ടാൽ ഉസ്താദ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ, ചെറിയൊരു പരിക്ക് പറ്റി വിശ്രമത്തിലാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, പൂർണ്ണമായും അള്ളാഹു സിഹത്ത് കൊടുക്കട്ടെ. അവരൊക്കെ നമ്മുടെ സമൂഹത്തിന് വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരാണ്. അവരൊക്കെ ആഫിയത്തും ദീർഘായുസും നമുക്കും സമൂഹത്തിനും ആവശ്യമുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ ഉസ്താദ്, തറയിട്ടാൽ ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ കുറച്ച് ആളുകൾ, ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാനൊന്ന് ഷെയ്ഖുനാനോട് ചോദിക്കട്ടെ, AP ഉസ്താദിനോട്. കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഉണ്ട്, അവരെങ്ങോട്ടാ പോകേണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇടത്തേക്ക് AP ഉസ്താദ് പറഞ്ഞു, ഷെയ്ഖുന സുൽത്താൻമ പറഞ്ഞു, ഇവിടെ കാന്തപുരത്ത് കൊടുന്നായിക്കോളി. ഉസ്താദിന്റെ ഭാഷയിൽ അവിടെ മുഹമ്മദ് ഉസ്ലാരെ ദർസുണ്ട്, അവിടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ദർസിലേക്ക് ഞങ്ങളെ വിടാൻ വേണ്ടി ഒരു 2 വരി അറബിയിൽ ഒരു 2 വരി എഴുതിയിട്ട് അതുമായിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു. അപ്പൊ ചെറിയ ഉസ്താദ് ഇങ്ങനെ നോക്കിയിട്ട് 2 വരി ബൈത്തിലെല്ലാം ഉണ്ട്. ഇവരെവിടുന്നാ വരുന്നതെന്നും എന്തിനാ വന്നതെന്നും എന്തൊക്കെ പഠിച്ചു, നീ എന്താ പഠിക്കാൻ പോകാനൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബൈത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു, ചെറിയ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയാകണം ഉസ്താദുമാരുടെ കഴിവ്. ഒരു നീണ്ട കത്ത് എഴുതിയിട്ട് വായിച്ച് നേരം കളയാതെ 2 വരിയിൽ കാര്യങ്ങളൊക്കെ ഒതുക്കിയല്ലോ. അതൊരു കഴിവ് തന്നെയാണ്. അറബി ഭാഷയിലുള്ള വലിയൊരു കഴിവ് തന്നെയാണ്. നിമിഷ നേരം കൊണ്ടൊരു ഉദ്ദേശം പറഞ്ഞാൽ ആ ഉദ്ദേശം മുഴുവനും റെഡിയാക്കിയിട്ട് ഒരു 4 വരിയിൽ ഒതുക്കും. അത് അറബി ഭാഷക്കുള്ള ഒരു സൗന്ദര്യം കൂടിയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നെഹവായിട്ട് അൽഫിയ ഉണ്ടാക്കുന്ന സമയത്ത് ഈ 1000 ബെയ്ത്ത് ഒന്നായിട്ട് പഠിച്ച് ബുദ്ധിമുട്ടാകണ്ട എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നത്, ബെയ്ത്ത് ഇങ്ങനെ എത്രയും തോന്നുണ്ട് എന്ന് കരുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ തുഖർരിബുൽ അഖ്സാബി ലഫ്ളിൻ മൂജസി വതബ്സുതുൽ ബദ്ലാ ബിവഅദി മുൻജസി, ചുരുങ്ങിയ പദങ്ങളെ കൊണ്ട് വിശാലമായ കാര്യങ്ങൾ സമർത്ഥിച്ച് മനസ്സിലാക്കി തരും. അതാണ് അൽഫിയന്റെ സ്വഭാവം. ഇത്ര കട്ടിയും കരവും കാണുമ്പോൾ ഇത്രത്തോളം ഓതണ്ടേന്ന് കരുതി ബുദ്ധിമുട്ടാകണ്ട. ചുരുങ്ങിയത് പഠിച്ചാലും നിങ്ങൾക്ക് വിശാലമായ അറിവ് കിട്ടും. അൽഫിന്റെ 150 ഇതാണ് ഒരാൾ പഠിക്കുന്നതെങ്കിലും നെഹവ് മൊത്തം പഠിക്കാൻ കഴിയും.
പഠിക്കേണ്ടതുപോലെ പഠിക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു സൗന്ദര്യം കൂടി അൽഫിയക്കുണ്ട്. ഒരു 100 ബൈത്ത് തന്നെ പഠിച്ചാൽ തന്നെ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടു പോയി. ഇരിക്കട്ടെ, ഈ 2 വരി ബൈത്തായിട്ട് ആ ദർസിൽ പോയി ചേർന്നു. പുതിയ ദർസിൽ ചെന്ന് ചേരുകയാണ്. ആരുടെയും മനസ്സിനൊരു ഇളക്കുണ്ടാകുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. നമ്മൾ മുത്തല്ലിമീങ്ങൾ അങ്ങനല്ലേ, ഉറച്ചു നിൽക്കണം എന്നാണെങ്കിൽ ഒരേ ഉസ്താദിൽ നിന്നാണ് തുടങ്ങിയത്, ആ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് അപ്പുറത്തും എത്തിയത്. അതിന് പ്രശ്നമൊന്നുമില്ല, ഉസ്താദ് തൽക്കാലം അങ്ങോട്ടാക്കിയതാണ്. അവിടെ എത്തിയപ്പോ ഞാനും എൻ്റെ കൂടെ 3 മുത്തല്ലിമീങ്ങൾ, ഞങ്ങൾ 4 ആളുകൾ മൊത്തമുണ്ട്. മനസ്സിനിങ്ങനെ ഒരു ചാഞ്ചല്യം വന്നപ്പോ, ഇവിടെ തന്നെ പഠിക്കണോ ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകണോ എന്നുള്ളൊരു ചാഞ്ചല്യം വന്നപ്പോ മഹല്ലി എന്ന കിതാബിലാണ് ഞാൻ ഉസ്താദിന്റെ അടുത്തോടെ ഓതി തുടങ്ങുന്നത്. അത് കുറച്ച് ഓതിയിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള കുട്ടികൾ, മുത്തല്ലിമുകൾ. കുറച്ചങ്ങനെ മുന്നോട്ട് പോയി ജുമുഅന്റെ ബാബെത്തിയപ്പോ ജുമുഅ മുഴുവനും അറബിയിലാകൽ ഷർത്താക്കപ്പെടും എന്ന മിൻഹാജിന്റെയും മഹല്ലിയുടെയും ഉദ്ധരണി വായിച്ച് ഉസ്താദ് കിതാബ് അവിടെ പൂട്ടി. കിതാബ് അവിടെ പൂട്ടി വെച്ചിട്ട് 3 ദിവസവും സബക്കിൽ എന്തുകൊണ്ട് അറബിയിലാകണം? അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയാൽ എന്താ പ്രശ്നം? അറബി ഭാഷ ഓതാൻ അറിയാത്ത നാട്ടുകാർ എന്ത് ചെയ്യണം? അറിഞ്ഞിട്ടും അറബിയിൽ ഓതിയാൽ എന്തൊക്കെയാണ്? അറബിയിലല്ലാതെയും ഓതാമെന്ന് ഫിഖ്ഹിന്റെ ഏതെങ്കിലും ഉദ്ധരണികളുണ്ടോ? ഇതൊക്കെ സലക്ഷ്യം സമർത്ഥിച്ച് കാണാതെയുള്ള ആ വിശദീകരണം കേട്ടപ്പോ എന്റെ മനസ്സവിടെ ഉറച്ചു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഇവിടെ തന്നെ. ഫിഖ്ഹിലുള്ള ആയത്തിലുള്ള കഴിവ് പലർക്കും ഉണ്ടാകാം, പക്ഷേ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്, തഫ്ഹീമിനുള്ള കഴിവ്. അത് വേറിട്ടൊരു ശൈലിയാണ്. ഉസ്താദിന്റെ ആ ശൈലി പോലെ പലരിൽ നിന്നും നമ്മൾ ആ ശൈലി കണ്ടിട്ടില്ല. ഒരു മസ്അല പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയും, നല്ല നാടൻ ഉദാഹരണം. അതിലാർക്കും തിരിയും. ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങളാണ് വന്നതെങ്കിലും കിതാബൊന്നും വേണ്ട, മസ്അല കറക്റ്റായി തിരിയും. അങ്ങനെ ആർക്കും തിരിയുന്ന ഉപമകൾ പറഞ്ഞ് മസ്അലകൾ മുത്തല്ലിമുകളുടെ മനസ്സിൽ ശരിക്ക് തറുവാക്കും. ആ രീതിയിലുള്ള വശ്യമായ അവതരണം. ജുമുഅന്റെ ബാബിലെ യുസ്തറത്തു കൗനുഹ അറബിയ്യത്തൻ എന്ന് വായിച്ച ഉദ്ധരണി വായിച്ച് വിശദമായ വിശകലനവും വിശദീകരണവും കേട്ട ശേഷം, പഠിപ്പിച്ച ശേഷം, സഹോദരങ്ങളെ, ഉസ്താദിന്റെ ശിക്ഷണം, ഉസ്താദ് ആ എഴുതി വെച്ച ഉദ്ധരണികൾ അടങ്ങുന്ന ഡയറി ഞങ്ങളെ കയ്യിലേക്ക് കൈമാറുകയാണ്. എന്നിട്ട് ആ ഇബാറത്തുകളൊക്കെ എഴുതിയെടുക്കാൻ പറയാണ്. ശിഷ്യഗണങ്ങളെ വളർത്തുകയാണ്. ഇനി ഭാവിയിൽ ജുമുഅ ഖുത്ബ അറബിയിലാകണമെന്നില്ല എന്ന് ഫിഖ്ഹിന്റെ ഉദ്ധരണി വെച്ച് ആരെങ്കിലും പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, തെളിവടക്കം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉസ്താദ് അധ്വാനിച്ച് എഴുതിയ ആ ഡയറി ഞങ്ങളെ കയ്യിലേക്ക് നിന്ന് പകർത്തി എഴുതാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഈ ഒരു ശിക്ഷണത്തിന്റെ ശൈലി, ഈ ഒരു അവതരണത്തിന്റെയും പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതിന്റെയും ഈ കാര്യങ്ങൾ അവഗാഹത്തിൽ ഉൾക്കൊള്ളുന്നതിന്റെയും ഒരു അഭിരുചി എന്റെ മനസ്സിൽ തറച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ നിന്ന് പഠിക്കാനുള്ള തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഒരു 5-6 വർഷത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും അവഗാഹമുള്ള ഇൽമാണ് ഉസ്താദിന്റെ ഇൽമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബുഖാരി ഓതുകയാണെങ്കിലും തഫ്സീർ ഓതുകയാണെങ്കിലും ഫിഖ് ഓതുകയാണെങ്കിലും ഒക്കെ ഉസ്താദിന് ആവശ്യമുള്ള ആയത്തുകളൊക്കെ ഉസ്താദിന് അറിയും. ഉസ്താദ് ഒരു ഹാഫിളല്ല, പക്ഷെ ആവശ്യമുള്ള എല്ലാ ആയത്തുകളും അപ്പോൾ ഓതും. അത് ഓതുമ്പോൾ അതിന്റെ ബാക്കി ഓതണം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഓതണം. മാക്കബലും മാബാദ് ഓതിയാൽ ആ വിഷയം സലക്ഷ്യമായി സമർത്ഥിച്ചു തരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളെ കിട്ടണം എന്നൽക്ക് ഉസ്താദ് ഇങ്ങനെ ആഗ്രഹിക്കും. ഞാൻ അവിടെ എത്തിയപ്പോ നമ്മുടെ വാപ്പയും ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ച തൗഫീഖ് കൊണ്ട് അവർക്കൊക്കെ അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. മൺമറഞ്ഞു പോയ ഹിഫ്ള് പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ ഉണ്ട്, അന്ന് ഭക്ഷണം നിന്നവർ മറ്റൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ആ ഒരു അധ്വാനം കൊണ്ട് പഠിച്ച ഇൽമ്, ഹിഫ്ള്, അത് മുതലായതാണ് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ. കാരണം ഒരു ആയത്ത് ഓതുമ്പോ അതേപോലെ വേറൊരു ആയത്തില്ലേന്ന് ചോദിക്കും, ഉണ്ടെന്ന് പറയും, എന്നാ അത് ഓതി എന്ന് പറയും. അതേപോലെ വേറൊരു സൂറത്തില്ലേന്ന് ചോദിക്കും, അത് ഓതി എന്ന് പറയും. അങ്ങനെ ആ സൂറത്തുകളിലൊക്കെയുള്ള മുത്തശാബിഹാത്തായ ആയത്തുകൾ ഓതിയിട്ട് ഒരു വിഷയം സമർത്ഥിക്കുമ്പോ കേൾക്കാൻ നല്ലൊരു ചന്തമാണ്. എന്തിനാണ് അത്രയും തോന ആയത്തുകൾക്കിടയിൽ വ്യത്യസ്ത വിഷയങ്ങൾ അല്ലാഹു തആല കൊണ്ടുവന്നതെന്ന് പറയും. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഓതുന്ന ഒരു ആയത്താണ് വയഖൂലൂന മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും യാസീൻ സൂറത്തിലെ പോലെ ആയത്തല്ല ശേഷമുള്ളത്.
അപ്പൊ എന്തിനാണ് അങ്ങനെ വന്നത് എന്ന് ഉസ്താദിന് നമ്മൾ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ ആ വിഷയം ശരിക്കും ഇങ്ങോട്ട് സമർത്ഥിച്ച് നന്നായി ശിഷ്യന്മാരിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഴത്തിലുള്ള ഇൽമാണ്. പഠിച്ച കാലത്ത് നന്നായി കിതാബുകളൊക്കെ നോക്കി പഠിച്ച് ശരിക്കത് മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിഷയവും പോകാതെ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയും. ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയും. പക്ഷെ ആ ഉത്തരം പറഞ്ഞാൽ ഉള്ള വിഷയം എന്താന്ന് വെച്ചാൽ രണ്ടാമത് തിരിച്ചൊരു ചോദിക്കാൻ അവിടെ പഴുതുണ്ടാകൂല. അതാണ് കൂടുതൽ ഉത്തരത്തിന്റെ സൗന്ദര്യം. അത് ഇൽമിലുള്ള വലിയ കഴിവാണ്. ഉസ്താദ് അവർക്ക് മാത്രമായി നമ്മൾ കണ്ടിരുന്ന ഒരുപാട് വേദികൾ അങ്ങനെയുണ്ട്. പലരും സംശയങ്ങളുടെ കൊട്ടയുമായിട്ട് വരും. അങ്ങനെ 5 മിനിറ്റ് നീണ്ടു നിന്ന ചോദ്യമാണെങ്കിലും ഒരു കുറഞ്ഞ സമയം കൊണ്ട്, ഒരു 30 സെക്കൻഡ് കൊണ്ട്, അതിൽ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് മറുപടി പറഞ്ഞത് തീർക്കും. പിന്നെ ഒരു ഉപചോദ്യത്തിന് അവിടെ പഴുതില്ലാത്ത വിധം വിഷയങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് അവർക്ക് മതിയാകും വിധം ഉസ്താദ് ഓതിക്കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ആഴത്തിലുള്ള ഇൽമാണ് അല്ലാഹു തആല അവർക്ക് നൽകിയത്. പഠിക്കുന്ന കാലത്ത് വലിയ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഷെയ്ഖുന ഉസ്താദ് അവരുടെ കയ്യിൽ ദർസ് പഠിക്കുമ്പോൾ നല്ലോണം ക്ഷമിച്ച് സഹിച്ച് പഠിച്ചു. ഉസ്താദ് അനുഭവം പറയുന്ന ആ ഒരു വാക്ക് നിങ്ങളൊക്കെ ശ്രവിച്ചിട്ടുണ്ടാകും. എല്ലാ മുതഅല്ലിമുകളും റമദാനിലും ലീവിലും നാട്ടിൽ പോകുമ്പോൾ ഉസ്താദ് നാട്ടിൽ പോകാറില്ല. അത് ഇൽമിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, ഇൽമിനോടുള്ള അടങ്ങാത്ത ദാഹമാണ്. ഉസ്താദ് എവിടെ നിൽക്കും? ഷെയ്ഖുന ഉസ്താദ് അവരുടെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കിതാബ് ഓതും. ബാക്കിയുള്ള സമയം വീണ്ടും പള്ളിയിലേക്ക് വന്ന് മുതാല ചെയ്യും. മുതഅല്ലിമുകൾ പലരും ഒപ്പം നാട്ടിലായിരിക്കും. എല്ലാ സന്ദർഭങ്ങളിലും കിതാബ് ഓതുക. കിതാബ് ഓതി പഠിച്ച് ആ കിതാബുകളൊക്കെ വീണ്ടും വീണ്ടും ദർസ് നടത്തി 10-40 വർഷക്കാലം ഒരേ കിതാബ് ദർസ് നടത്തുക എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വരുന്ന വിഷയങ്ങളൊക്കെ ചേർത്തി പറഞ്ഞ് മറുപടികൾ പഠിപ്പിച്ചു തരും. വളരെ വശ്യമായ ശൈലിയിൽ പലരിലും നമ്മൾ കാണാത്ത രൂപത്തിലുള്ള ഒരു മുന്നിൽ വന്ന ആളുകൾക്ക് സംബോധിതന് മനസ്സിലാക്കി കൊടുക്കാനുള്ള വലിയ കഴിവ് ഉസ്താദിന്റെ വ്യത്യസ്ത സ്വഭാവമായിരുന്നു. പലപ്പോഴും നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടും കഴിയുമ്പോൾ ഉള്ള സൗകര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രകൃതം ഉസ്താദിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അള്ളാഹു കൊടുത്ത ദറജ ഉത്തരോത്തരം ഏറ്റി കൊടുക്കട്ടെ. നല്ല സ്നേഹമസൃണമായ പെരുമാറ്റവും ജീവിതവും. ആ ജീവിതത്തിൽ ഒരുപാട് നർമ്മങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട് പഠിക്കാൻ. നല്ല രസാവഹമായ അനുഭവങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുറച്ചു കാലമാണെങ്കിലും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഒരു പൂച്ച വരും. പലപ്പോഴും ഉണ്ടാവുക പൂച്ച. ഉസ്താദ് പലപ്പോഴും കുപ്പായം തൊടൂല ഭക്ഷണം കഴിക്കുമ്പോൾ. കുപ്പായിട്ടില്ലെങ്കിലും കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല, നല്ല ഭംഗിയുള്ള ശരീരം. ചിലപ്പോൾ ഒരു ഷാള് മാത്രമേ ഇടുള്ളൂ, പുറത്തിങ്ങനെ ഷാളിടും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നായിട്ട് പൊതിഞ്ഞു കെട്ടി വെള്ളത്തുണി കുപ്പായം എന്നായിട്ടിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. ഒരു കള്ളിത്തുണി ഉണ്ടാകും, പിന്നെ ഒരു ചെറിയ ഷാളും ഉണ്ടാകും. അപ്പൊ ആ ഷാള് ചിലപ്പോ ഇങ്ങനെ ഒരു ഭാഗത്തൂടെ വീണ്ടുണ്ടാകും. ഒരു പൂച്ച വന്നിങ്ങനെ പിൻഭാഗത്തൂടെ ഒന്നിങ്ങനെ അതിന്റെ വാല് കൊണ്ടൊന്ന് ഇറസിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പൂച്ചയെ ആട്ടിപ്പോ എന്നൊക്കെ പറയും. ഉസ്താദ് ഒന്നും മിണ്ടൂല. ഉസ്താദായി ഇരുത്തിരിക്കും. പൂച്ച പിന്നെയും വന്ന് ഒന്നുകൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരസി, പിന്നെ പൂച്ച അങ്ങോട്ട് പോകും. പൂച്ച പോയിട്ട് ഉസ്താദ് കൈ കഴുകുന്ന ഭാഗത്ത് അവിടെ ഇങ്ങനെ ഇരിക്കും. ഉസ്താദ് എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മുതഅല്ലിമീങ്ങൾ പറയും, ഇപ്പോ ആ കൊണ്ടുവന്നത് കോഴിയാണെങ്കിലും ആടാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മത്സ്യമാണെങ്കിലും നല്ല കഴമ്പുള്ള കഷ്ണം ഇപ്പൊ പോകുന്നു പറയും. മുള്ളല്ല പൂച്ച കൊടുക്കലേ, നമ്മുടെ സ്വഭാവം അതല്ലേ. കടിച്ചാൽ നമുക്കൊരു നിലക്കും ദഹിക്കാത്ത മുള്ളുണ്ടെങ്കിൽ അത് കൊടുക്കും പൂച്ചക്ക്. എത്ര മെനക്കെണ്ണം ആ മുള്ളൊന്ന് പൊട്ടിച്ചതിന്റെ ഉള്ളിലാക്കിയിട്ട് വിശപ്പ് തീർക്കണമെങ്കിൽ. മുള്ളും കൊടുക്കാത്ത ആള് ബഖീലാണ്. സുബ്ഹാനല്ലാഹ്, അവന്റെ ബുഖ്ലിത്തരം പറയാൻ പറ്റില്ല. മുള്ളാണ് സാധാരണ പലരും ഇടിഞ്ഞു കൊടുക്കല്. നമ്മൾ കടിച്ച് പിടിക്കാത്ത എല്ല് അതങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ചിലര് അതിന് തഫ്സീറും പറയും, എല്ലൊക്കെ കഴിക്കേണ്ടതായിരിക്കും, ഈ പൂച്ച ജിന്നുകളെ കൂട്ടത്തിൽ പെട്ടതായിരിക്കും എന്ന് പറയും. ജിന്നുകളെ ഭക്ഷണമാണല്ലോ എല്ല്. അപ്പൊ ഈ പൂച്ചനെ ജിന്നുകളെ കൂട്ടത്തിൽ പെടുത്തുക, എന്നിട്ട് അതങ്ങോട്ട് കൊടുക്കാന്ന് പറയും. അത് ശരിയല്ല. നല്ല ഭക്ഷണം കൊടുക്കണം എന്ന മാതൃകയാണ് ഉസ്താദ് കാണിച്ചു തരുന്നത്. നല്ല അയക്കോറിന്റെ കഷ്ണാണെങ്കിലും കൂടുതൽ മുള്ളില്ലാത്ത നല്ല ഒരു കഷ്ണം നോക്കി അതിൽ നിന്നെടുത്ത് പൂച്ച കൊണ്ടുപോയി കൊടുക്കും. പൂച്ച അതെങ്ങനെ ഭക്ഷിക്കുന്ന ഉസ്താദ് ഇങ്ങനെ നോക്കി നിന്ന്, നല്ല സന്തോഷത്തോടെ നോക്കി നിന്ന്
കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും പൂച്ച വരികയാണെങ്കിൽ പിന്നെ ഒരു കഷ്ണം എടുത്ത് പിന്നെയും കൊടുക്കും. ചോറല്ല കൊടുക്കുന്നത്, മത്സ്യവും മാംസവും കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കൽ ഉസ്താദിനോട് ഇങ്ങനെ രസമായിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, കുറച്ച് കറിയാക്കിയിട്ട് ഉരുട്ടിയിട്ട് ചോറ് കൊടുത്താൽ പോരെ. ഉസ്താദ് പറഞ്ഞു, ഈ മത്സ്യവും മാംസവും ഒന്നും കൊണ്ടുവരാതെ മീൻ്റെ കറി മാത്രം കൊണ്ടുവന്നാണ് നിങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കുക? നിങ്ങളെങ്ങനെയായിരിക്കും ഭക്ഷണം കഴിക്കുക? ഈ ഇറച്ചിയുടെ കറി മാത്രം, ഒരൊറ്റ കഷ്ണം അതിലില്ല, മത്സ്യമൊന്നുമില്ല, അതിന്റെ ചാറ് മാത്രം കൊണ്ടുവന്ന്, കറി മാത്രം കൊണ്ടുവന്ന്, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? എത്ര ഭക്ഷണം കഴിച്ച് പോകും മുന്നോട്ട്? നമ്മുടെ അതേ അവസ്ഥയും നമ്മുടെ അതേ ഇഷ്ടവും താല്പര്യവുമുള്ള അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണത്. നമുക്കിതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? നടുക്കഷ്ണല്ലേ? അതിനും ഇഷ്ടം അതന്നെ. അപ്പൊ അതുകൊണ്ട് അതിന് ഇഷ്ടമുള്ളത് നല്ല കഷ്ണം നോക്കിയിട്ട് കഷ്ണം എറിഞ്ഞു കൊടുക്കും. അതവരുടെ സ്നേഹവായ്പകളാണ്. ഒരിക്കലും പൂച്ചനാട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. പൂച്ച ശല്യപ്പെടുത്തൊന്നുമില്ല. നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു പൂച്ച നമ്മളെ പൂച്ചന്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വന്ന് അതിനിട്ട് തട്ടും ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി ഡോറ് തുറന്ന് ഒറ്റ ഡോർ അടക്കലാണ്. പിന്നെന്താ അപ്പൊ അതിനുള്ള സ്നേഹം എന്ന് പറഞ്ഞ്? നമ്മൾ കഴിക്കുമ്പോ അതിനും ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ വന്നത്, അതിനും കൊടുക്കണ്ടേ? അത് വലിയ വലിയ മഹാന്മാരുടെ താവടിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണ്. മഹാനവർകൾ ഉളു എടുത്ത് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കുറെ നേരം ഉളുവിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉസ്താദ്. അപ്പൊ ശിഷ്യനായ യാക്കൂബ് എന്ന് പറയുന്ന വലിയ മഹാൻ അവര് വന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്തെങ്കിലും കയ്യിന് പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കൈ പിടിച്ചപ്പോഴേക്ക് ഒരു കൊതുക് അതിന്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണമൊക്കെ നിറച്ച് രക്തം നിറച്ചതങ്ങനെ പാറുന്നത് കണ്ടൊരു തള്ള കൊതുക് ഒട്ടിയ വയറുമായിട്ടെല്ലാം നിറഞ്ഞ വയറുമായി അത് പോകുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു ശിഷ്യനോട്, ഈ സാധുവായ ജീവി ഭക്ഷണം കഴിക്കുന്നത് നീ ഇടങ്ങേറാക്കിയല്ലോ. എന്റെ ശരീരത്തിൽ നിന്ന് അള്ളാഹു അതിന് കണക്കാക്കിയ ഭക്ഷണം അത് കഴിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ഒരു ജീവിയായ കൊതുകിനോട് വരെ അവരെ മനസ്സിൽ വന്ന വാത്സല്യമാണത്. കൊതുക് ഒന്ന് കടിച്ചാൽ നമ്മളെ ശരീരത്തിന് കാര്യമായിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. പക്ഷേ നമുക്കത് അസഖ്യമാണ്. പെട്ടെന്ന് നമ്മൾ തട്ടിക്കളയും, കൊന്നുകളയും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ എല്ലാ ജീവികളോടും അനുകമ്പയും സ്നേഹവും ഉള്ളവരാണ്. അത് നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉണർന്ന് നിസ്കരിക്കാൻ വേണ്ടി വിശ്രമിക്കാൻ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റപ്പോ കുപ്പായത്തിന്റെ കൈയിന്റെ ഒരു ഭാഗത്ത് പൂച്ച കിടക്കുന്നുണ്ട്. നമ്മളെ കട്ടിലിന്റെ ഭാഗത്ത് പൂച്ച കിടന്നാ പിന്നെ മേലാൽ ആ പൂച്ച കിടക്കൂല. നല്ല ദുർബായിരിക്കും അതിന് കൊടുക്കുക. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പൂച്ചയുടെ ഉറക്കിന് വരെ ബഹുമാനം കൽപ്പിച്ചു. അതും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ? ഞാൻ ഉറങ്ങും പോലെ അതിനും ഒരു ഉറക്കം അള്ളാഹു നൽകിയതല്ലേ? മഹാനവർകൾ ഈ കുപ്പായത്തിന്റെ ഭാഗം അവിടെ അരിഞ്ഞ് ഒരു ഭാഗത്ത് മുറിച്ച് റെഡിയാക്കി പൂച്ചയെ ശല്യം ചെയ്യാതെ അവിടെ വെച്ചു. ബാക്കിയുള്ള കഷ്ണവും ധരിച്ചിട്ടാണ് ജമാഅത്തിന് പോകുന്നത്, നിസ്കാരത്തിന്. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പൂച്ച എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം വെച്ച് തുന്നി പിടിപ്പിച്ചു. ഇതവരൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്, ദയാവായ്പകളാണ്. നല്ല നിർമ്മലമായ മനസ്സുള്ളവർക്കാണ് അതിന് കഴിയുക. അള്ളാഹുവിന്റെ ജീവജാലങ്ങളെയൊക്കെ സഹജീവികളെയൊക്കെ സ്നേഹിക്കാനുള്ള വലിയ കഴിവ്. വന്യരായ ഉസ്താദ് അവർകൾ ദർസ് നടത്തുന്ന കാലത്ത് സഹോദരങ്ങളെ പരിമിതമായ ചെലവിൽ ജീവിച്ചു. വലിയ ചെലവൊന്നും ഭാരിച്ച ചെലവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മുത്തല്ലിമീങ്ങളോട് എപ്പോഴും പറയും, നിങ്ങളുടെ കഴിവനുസരിച്ചേ നിങ്ങൾ ജീവിക്കാവൂ. കഴിവിലപ്പുറമുള്ള ഒരു ജീവിതം ജീവിച്ച് കടക്കാരായി മാറിയിട്ട് പിന്നെ ഒരു റെസീപ്റ്റ് മടിച്ചിട്ട് ഗൾഫിലേക്കോ നാട്ടിലേക്കോ അവനാം പിരിവിന് പോകരുത്. ഒരാൾ ഗൾഫിൽ പോകാന്ന് പറഞ്ഞാൽ ചോദിക്കും, അവനാം പിരിവിനാണോ ആരാം പിരിവിനാണോ ചോദിക്കും. അവനാന്റെ പിരിവിന് പോകുന്നത് ശരിയല്ല. ആരാന്റെ മിന്നത്ത് ഔദാര്യം പറ്റണ്ടേ? എനിക്കൊരു പുരണ്ടാക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണം. അപ്പൊ എന്താ സംഗതി? ഉസ്താദ് പറയും, ഇവൻ എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടാകും, എന്നിട്ട് അവന്റെ കുടുംബത്തിനൊന്നും ആവശ്യമില്ലാത്ത അത്രയും വലിയൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടാകും. തീർക്കാൻ ഇനി അവനെ കൊണ്ട് കഴിയൂല. ഇവിടെ കറക്കാരൊക്കെ ചോദ്യം തുടങ്ങി, പാകത്തിനുള്ള വാങ്ങി പാകത്തിനെടുത്ത അത്ര പ്രയാസം വരൂല. പലപ്പോഴും ഉസ്താദ് പറയും, നിങ്ങളെ കൊണ്ട് ആവുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ മതി.
അങ്ങനെയല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും പഠിപ്പിച്ചത്. നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിലപ്പുറം ജീവിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമായി പോകും. ഒരാൾക്കും ശല്യമാകാത്ത ഭാരമാകാത്ത രൂപത്തിൽ ജീവിക്കണം. ജീവിതത്തിലൂടെ അത് പഠിപ്പിച്ച് കാണിച്ചു തന്നു ഒന്നരായ ഉസ്താദ് അവർകൾ. അങ്ങനെ ലളിതമായ ജീവിതം നയിച്ചു, നല്ല സൂക്ഷ്മതയോടെ ജീവിച്ചു. സ്വന്തത്തിനും സമൂഹത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും ഭാരിച്ച ചെലവുണ്ടാക്കരുത് എന്നൊരു സൂക്ഷ്മത. ഉസ്താദിന്റെ വരവ് ചെലവ് കണക്ക് പുസ്തകം പലപ്പോഴും എഴുതിയ ഒരു വിനീതനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. സമസ്ത സെക്രട്ടറി ആകുമ്പോ കുറെ കണക്കുകൾ എഴുതാനുണ്ടാകും. ആ കണക്ക് പുസ്തകത്തിൽ ഒരു 1450 TA ട്രാവൽസ് എലവൻസ് ആണ്. 1750. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു സ്വകാര്യമായിട്ട്, ഉസ്താദ് ഇതെന്താ കണക്ക്? അത് ഇവിടുന്ന് കാന്തപുരത്തുനിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ് കൂലിയാണ്. സമസ്തന്റെ മീറ്റിങ്ങിന് പോയിന് അവിടുന്ന് വാങ്ങിയ ഒരു വസൂലാണ് 1450. ഇതാരാ സഹോദരങ്ങളെ? സമസ്ത കേരള ജംഇയ്യത്തുൽ മുതിർന്ന അംഗം, ഫത്വ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട മഹൽ വ്യക്തി. ഉസ്താദിനിപ്പോ ഒരു കാറും വിളിച്ചു പോയതുകൊണ്ട് അവിടുന്ന് സെക്രട്ടറിമാർ പിരിച്ചുവിടൊന്നുമില്ല. ആ കാറിനുള്ള വാടക കൊടുക്കും. പക്ഷെ ഉസ്താദ് പറഞ്ഞു നമ്മളെ കൊണ്ട് ഇങ്ങനെ പോകാൻ ആഫിയത്തുണ്ടല്ലോ, അങ്ങനെ മതി, അങ്ങനെ ജീവിക്കാം, നമ്മളെ കൊണ്ട് കഴിയൂല ഈ കാലഘട്ടത്തിൽ. 1450 കാന്തപുരം സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ട് നരുക്കിന് വഴി കുന്നമംഗലം വഴി നേരെ കോഴിക്കോട്ടേക്ക് എത്തുന്ന ബസ്സ. അതിന്റെ കൂലിയാണ് എഴുതിയിരിക്കുന്ന ചെലവ് 1450. നമ്മൾ കുറച്ച് ചെലവ് കുറച്ചാൽ ദൂരത്തുനിന്ന് വരുന്ന ഉസ്താദുമാർക്കൊക്കെ അത് കൊടുക്കാനുണ്ടാകുമല്ലോ എന്ന് പറയും ചിലപ്പോഴൊക്കെ. അവർക്ക് പിന്നെ എങ്ങനെ വരാൻ കഴിയൂല. കൊല്ലം, കോട്ടയം പല ഭാഗത്തുനിന്ന് വരുന്നുണ്ടാവൂലേ. ട്രെയിനിന് വരേണ്ടി വരും. ചിലപ്പം ട്രെയിന് വരാൻ പറ്റാത്ത ആൾക്കാർ കാറ് വിളിച്ചു വരുന്ന പലരും ഉണ്ടാകും. വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മളെ ചെലവ് ചുരുക്കിയാൽ അവർക്കും കൂടി ഒരു ലാഭമാകുമല്ലോ എന്ന് പറയും. ഒരു സൂക്ഷ്മതയാണത്. നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കും അധികമായൊരു ഭാരമുണ്ടാകരുത്. അങ്ങനെ ജീവിച്ചു. പിന്നെ ഈ ദർസും തദ്രീസും ദർസ് നടത്തുന്നതും അതൊരു ജോലിയായിട്ട് ഉസ്താദ് കണ്ടില്ല, ഒരു ഖിദ്മയാണ്. ജോലി എന്താന്ന് എഴുതുമ്പോ പൂരിപ്പിക്കുമ്പോ ഉസ്താദ് എഴുതുന്ന എന്താണെന്നറിയോ? കൃഷിന്ന്. നല്ല കൃഷി ചെയ്യുന്ന ആളാ ഉസ്താദ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദെ ദർസ് ജോലിയാ? ദർസ് ജോലിയൊന്നല്ല, അത് ഖിദ്മയാണ്. ദർസും ഖുത്ബയും ഇമാമത്തും ഒന്നും ജോലിയല്ല. ഉസ്താദ് പറഞ്ഞതൊക്കെ ഒരു ഖിദ്മത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി ചെയ്യുന്നൊരു ഖിദ്മയാണ്. ഇതൊരു ജോലിയല്ല. ജോലി ഇതിൽ കൃഷി നേടിക്കോളി. ഉസ്താദ് കൃഷി ചെയ്യുന്നുണ്ട്, കുറെ വാഴ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ നല്ല ചേമ്പുണ്ടാക്കും, പലതും ഉണ്ടാക്കും. വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷം വീട്ടിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും നല്ല ഒരു കർഷകനെ, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മോഡലില് നല്ല ഒരു കൃഷിപ്പണി നടത്തുന്ന ആളെ കാണാൻ കഴിയും. ഉച്ച സമയത്ത് ഇവിടുന്ന് ഉച്ചയോടുകൂടെ ദർസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒരു കള്ളിമുണ്ട് കൊടുത്ത് നേരെ പാടത്തേക്ക് ഇറങ്ങി നല്ല കൃഷി. അങ്ങനെ ആ അടക്കയും തേങ്ങയൊക്കെ ഉണ്ടാക്കി അത് ജീവിതത്തിന്റെ ഹലാലായ ഒരു വരുമാന മാർഗമായിട്ട് അത് കൂട്ടും. ഇവിടെ ഒരു ഭാഗത്ത് ദർസ് നടത്തുന്നതും വഅദ് പറയുന്നൊക്കെ ദീനിന്റെ ഖിദ്മത്തായിട്ടേ കൂട്ടാവൂ. വഅദിന് പോകുമ്പോ പലപ്പോഴും ഉസ്താദ് ചോദിക്കും, വഅദ് പിന്നെ വിളിച്ച ആൾക്കാരോട് എത്ര കാശ് പറയലെന്ന് ചോദിക്കും നമ്മളോട്. അതൊക്കെ ചോദിക്കും നമ്മൾ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ കാശൊന്നും ഞാൻ പറയില്ല, ഞാൻ പോകും. ഞാൻ അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മളെ തിരിച്ചു പോകാൻ കാശുണ്ടെങ്കിൽ പോരും ചെയ്യും. അല്ലെങ്കിൽ തൽക്കാലം എവിടെങ്കിലും ഉറങ്ങിയിട്ട് പിറ്റേന്ന് ആരോടെങ്കിലും കാശ് വാങ്ങിട്ട് പോരാലോ. അല്ല, ആരോടും കാശ് പറയരുത്. ഉസ്താദ് ആരോടും കാശ് പറയരുത്. ഞാൻ ഇക്കാലം വരെ ഒരാളോടും കാശ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയാൻ പാടില്ല. വഅദിന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ എല്ലാ വഅദിനും പോയിക്കോളും, സമ്മതിക്കൂല. വഅദിന് പോകുമ്പോ ഒരു ദിവസം മർക്കസിൽ ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി കയറി. അന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഗസ്റ്റ് മാസമാണ്, ആഗസ്റ്റ് 15 തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എവിടെ എത്തിയ ഉസ്താദിനോട് നിങ്ങൾ എടുക്കാം, നേരം 10-11 മണിയായിട്ടല്ലോ, ഇപ്പൊ തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞു, ഒരു വഅദിന് പോകാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകാൻ, ഇടയ്ക്ക് ഉസ്താദിനെ കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ എടുത്താൻ പക്ക എന്നോട് ചോദിച്ചു, സബക്കൊക്കെ കഴിഞ്ഞോ, ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് സ്റ്റഡി ലീവാണ്, കുട്ടികൾക്ക് പരീക്ഷ. എന്നാ കുഴപ്പമില്ല, പോയിക്കോളി. ദർസ് കഴിഞ്ഞിട്ടല്ലാതെ ഒരു വഅദിനും പോകരുത്. അങ്ങനെയാണ് ഉസ്താദ് ജീവിച്ചതും. അവിടെ ഞങ്ങൾക്കൊക്കെ ദർസ് നടത്തിയിരുന്ന സലാം സഖാഫി ഉസ്താദ് വള്ളലശ്ശേരി, ഉസ്താദിന് ഏതെങ്കിലും സബക്കുകൾ എടുക്കാൻ തരപ്പെടാത്തതുണ്ടെങ്കിൽ, സമയം കിട്ടാത്തതുണ്ടെങ്കിൽ അങ്ങോട്ട് ഏൽപ്പിക്കും. ഒറ്റ ദർസും മുടങ്ങരുത് എന്നുള്ള നിബന്ധനയാണ്, നിർബന്ധമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയാലും എത്തേണ്ടടുത്ത് എത്തും, അല്ലെങ്കിൽ അത് എത്താവുന്ന പാകത്തിൽ ഏറ്റെടുത്താൽ മതി എന്ന് പറയും. നമ്മൾ ഈ നടത്തുന്ന ഖിദ്മത്ത്, നമ്മളെ മുന്നിൽ വന്ന മുത്തഅല്ലിമുകൾ വെറുതെ ആയി പോകരുത്. സൂക്ഷ്മതയുള്ള ജീവിതം ജീവിച്ചു, ചുരുങ്ങിയ ചെലവ്. നിങ്ങൾ നോക്ക്, ഒരു കാറ് വിളിച്ച് കോഴിക്കോട്ടേക്ക് പോയാൽ അന്നത്തെ കണക്കനുസരിച്ച് ഒരു 500-400 വരും, അല്ലെങ്കിൽ അതിൽ താഴെ വരും. അതിന് പ്രശ്നമില്ല.
പക്ഷെ ആ ഒരു 14:50 കുറേ കാലം അങ്ങനെയാണ് ബസ്സിലാണ് യാത്ര ചെയ്തത്. ഈ അടുത്ത സമയം വരെ ബസ്സിൽ ലളിതമായ ജീവിതം, അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്നൽ ബദാഅത മിനൽ ഈമാൻ, ഇന്നൽ ബദാഅത മിനൽ ഈമാൻ. ലളിത ജീവിതം, ലാളിത്യം, അത് ഈമാന്റെ ഭാഗമാണ്. ലളിതമായി ജീവിക്കാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ചുരുങ്ങിയ ജീവിതം ജീവിക്കണം. നിബന്ധനകളും ഷർത്തുകളൊന്നുമില്ല, ചാടകൾ തന്നെ ഇല്ല. നിങ്ങൾ നോക്കൂ, ഉലമാന്റെ ഇടയിൽ നിങ്ങൾ പലപ്പോഴും പലരെയും ഈ കന്തൂറയും മറ്റൊക്കെയുള്ള വേഷം അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഉസ്താദിനെ കാണുന്ന അപൂർവമാണ് അല്ലേ? ഇവിടെയും കഴിഞ്ഞ മാസം ഉസ്താദ് വന്നില്ലേ സാധാരണ വേഷത്തിൽ. അങ്ങനെ ഉസ്താദിനെ കണ്ട ഒരു സന്ദർഭമുണ്ട്. ഞാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉസ്താദിന്റെ കൂടെ മിസ്റിലേക്ക് പോയപ്പോ ഞങ്ങൾ പറഞ്ഞു, സിയാറത്തിന് വേണ്ടി പോയപ്പോ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനത്തെ ഒരു കുപ്പായിടല്ലേ? ഉസ്താദ് പറഞ്ഞു, അങ്ങനെ കുപ്പായിട്ടാല് മൂത്രയിക്കാൻ പോകണം മറ്റൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, അത് വേണ്ട, അതുകൊണ്ട് സാധാരണ തന്നെ ഇട. വിമാനയാത്രയിലും സാധാരണ ആ വേഷം തന്നെയാണ് ഉസ്താദ് ധരിച്ചത്. പക്ഷെ അവിടെ എത്തി ഞങ്ങളെ യാത്രയിൽ അമീറായിരുന്ന അബൂബക്കർ സക്കാഫി ഒണ്ണക്കോട് ഉസ്താദിനോട് പറഞ്ഞു, നാളെ നമുക്ക് പോകാനുള്ളത് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ മഖ്ബറയിലേക്കാണെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, ഷാഫി ഇമാമിന്റെ ഹദ്റത്തിലേക്കാ? എന്നാ പിന്നെ ആ കുപ്പായം കൊണ്ടുവരാൻ പറയുന്നു. അപ്പൊ നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു കുപ്പായം, അത് ഇട്ട് കണ്ടപ്പോ നല്ല സൗന്ദര്യമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ തീരെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടപ്പോ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ കണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ മുതലാവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഫോട്ടോ ഇവിടുന്ന് ഒപ്പിച്ചു വെച്ചിരുന്നു. ഒരു പക്ഷെ സ്മരണികയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപൂർവം സന്ദർഭങ്ങളിൽ ആ ഷാഫി ഇമാമിന്റെ ഹദ്റത്തിലെത്തിയപ്പോ ഉസ്താദിന്റെ ആത്മീയമായ ഭാവം ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ ഹദ്റത്തിലെത്തിയപ്പോ നമുക്കത് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. പലരും പറഞ്ഞു നമ്മൾ ഉസ്താദുമാർക്ക് ആത്മീയമായ മുന്നേറ്റങ്ങളൊന്നുമില്ല, ശരിയായ നിലക്ക് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഉസ്താദിന്റെ കൂടെയുണ്ട് ഒരു ഖാദിമായിട്ട്. 1 മണിക്കൂറിലധികം ഞങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഫാത്തിഹയും യാസീനൊക്കെ ഓതുന്നത്. പക്ഷെ ഒരൊറ്റ സെക്കൻഡ് പോലും ഉസ്താദ് അവിടെ ഇരുന്നിട്ടില്ല, നിന്നിട്ടാണൊക്കെ നിർവഹിച്ചത്. ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷീണമുണ്ട്, പ്രായം കൂടുതലാണ്. ഉസ്താദിന് ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ ഉള്ളൊരു ഖാദിമ് ഉസ്താദ് ഇരുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഹദ്റത്തിലാണ് ഒരുപാട് വർഷം. ഈ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബാണ് മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചത്. ഷാഫി മദ്ഹബാണ് 10-40 വർഷത്തോളം ദർസ് നടത്തിയത്. മർക്കസിലെത്തിയിട്ട് 15 വർഷക്കാലം ദർസ് നടത്തിയത് മുഖ്യമായും അതാണ്. ആ ഹദ്റത്തിലെത്തിയപ്പോൾ ഉസ്താദിന്റെ അവസ്ഥ മാറി, വിങ്ങിപ്പൊട്ടി. ആ 1 മണിക്കൂർ നേരത്തെ ഭാഷണം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. എത്ര ബഹുമാനത്തോടെ എന്തെല്ലാം വിഷയങ്ങളാണ് ഉസ്താദ് ചർച്ച ചെയ്തത്. ഉസ്താദിൽ നിന്ന് നമ്മൾ അനുഭവിച്ച ഒരു ആത്മീയമായ പരിസരമായിരുന്നു അത്. 40 വർഷത്തിലധികം ദർസ് നടത്തിയ ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ കിതാബ് ജലാലൈനി ദർസ് നടത്തി സുയൂത്തി ഇമാമിന്റെ ഹദ്റത്തിലെത്തിയപ്പോഴും നിയന്ത്രണം വിട്ട് വിങ്ങിപ്പൊട്ടി ഉസ്താദ്. സംസാരിക്കാൻ വാക്കുകൾ ലഭിക്കാതെ വന്നു. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഹദ്റത്തിലും കുറെ നേരം സംസാരിക്കാതെ കരച്ചിൽ മാത്രമായി നിന്നു. അവര് മഹാന്മാരെ അനുഭവിച്ചൊരു രംഗമാണത്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബിലല്ലേ ജീവിച്ചത്? വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ ഈ മാസം ഓർക്കുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മദ്ഹബ് ഷാഫി മദ്ഹബാണ്. ഒരുപാട് അഖ്താബുകൾ ഉണ്ടെങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച ധാരാളം മഹാന്മാരുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിനോടുള്ള ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട് 1 സെക്കൻഡ് പോലും ഉസ്താദ് ഇരുന്നില്ല. കൂട്ടത്തിൽ ഉസ്താദിനേക്കാളും പ്രായമുള്ള മറ്റൊരു മഹാനുഭാവനും ഞങ്ങളെ സിയാറത്തിൽ ഉണ്ടായിരുന്നു, താജുശ്ശേരി അലിക്കുഞ്ഞ് ഉസ്താദ്. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഉസ്താദും അതേ രൂപത്തിലാണ്. 2 പേരും ഇരുന്നില്ല. ഞങ്ങളോടൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞു. 2 പേരും 3/4 മണിക്കൂർ വീതം സംസാരിച്ചപ്പോ നിയന്ത്രണം വിട്ടുപോയി. ഇമാം ഷാഫി റളിയല്ലാഹുവിനോടുള്ള അദബൊക്കെ അവര് പറഞ്ഞപ്പോ, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ജീവിതവും ദർസും വഫാത്തും ഒക്കെ പറഞ്ഞപ്പോ ആ ഒരു സന്ദർഭത്തിൽ അനുഭവിച്ച അനുഭൂതി, പലരും പറയും നമ്മളെ ഉലമാക്കളൊക്കെ ലാഹിറു ശരീഅത്തിന്റെ ആൾക്കാരാണ്. അല്ല, അവർക്ക് ബാത്തിനു ശരീഅത്തും ഹഖീഖത്തും ത്വരീഖത്തും ഒക്കെയുണ്ട്. ഉസ്താദ് ഞങ്ങൾക്ക് ദിക്റിന് പ്രത്യേകം ഇജാസത്ത് നൽകിയത് ബഹുമാനപ്പെട്ട താജുശ്ശേരി അലിക്കുഞ്ഞ് ഉസ്താദും മസ്ജിദുൽ അഖ്സയിലാണ്. അന്നൊരു വെള്ളിയാഴ്ചയാണ്. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ യാത്രികരായ ഞങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചു നിന്നപ്പോ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ഉസ്താദ് ഇജാസത്ത് നൽകി. എന്നും ഉസ്താദ് ചൊല്ലുന്ന ദിക്ർ. ആരാണ് ഉസ്താദിന് ഇജാസത്ത് കൊടുത്തത്? ബാഖിയാത്തിൽ നിന്ന് ഉസ്താദ് പഠിക്കുമ്പോൾ മശായിഖന്മാർ കൊടുത്ത ഇജാസത്ത്. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിൽ നിന്ന് കൈമാറിയ ഇജാസത്ത് അടക്കം ധാരാളം ഇജാസത്തുകളുണ്ട്. എന്നും അവർ പതിവായി ചൊല്ലുന്നവരാണ്. ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നതിലും
അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിലും വളരെ കാർക്കശ്യമായിരുന്നു ശൈഖുന ഉസ്താദ് അവർക്ക്. ചെറിയ ഉസ്താദിന് അല്ലാഹു ദറജ ഏറ്റി നൽകുമാറാകട്ടെ. ദർസിൽ വെച്ച് മുത്തഅല്ലിമീങ്ങളോട് ചൂടായ രംഗം ഞാൻ ഓർക്കുകയാണ്. മുത്തഅല്ലിമീങ്ങൾ ചില ആളുകൾ, കുറച്ചാളുകൾ മൗലൂദിന്റെ മാസമായതുകൊണ്ട് റബീഉൽ അവ്വലിന് ഈ അഫ്ളൽ ദിക്ർ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റു. മൗലൂദ് ചൊല്ലാൻ പോകുന്ന വീട്ടിൽ നേരം വെക്കണ്ടെന്ന് എഴുതിയിട്ട് പിറ്റേന്ന് രാവിലെ സബക്കിന് ഉസ്താദ് വളരെ ദേഷ്യത്തോടുകൂടെ അവരോട് പറഞ്ഞു, ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത്. എന്താണ് ഹദ്ദാദ്? നിങ്ങളെക്കാളും എത്ര തിരക്കുണ്ട് എനിക്ക്. ഹദ്ദാദിന് അവിടെ ഇരുന്നാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൂല. ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം ശരിക്കും നമ്മൾ പഠിച്ചതാണ്. ഹദ്ദാദ് റാത്തീബ് എന്നും പതിവായി ചൊല്ലണം, വിട്ടുപോകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് മൗലൂദ് ഓതിയാ മതി, തിരക്കൊന്നുമില്ല, നേരൊന്നും വൈകൂല, എണീറ്റ് പോകാൻ പാടില്ല. രാവിലെ ദർസ് തുടങ്ങുന്നതിന് മുമ്പ് അസ്മാഉൽ ഹുസ്നയുണ്ട്. ആ മജ്ലിസിൽ നിന്നും ഒരാളും മുങ്ങിപ്പോകാൻ പാടില്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദ്വാരന്നിട്ടാണ് ദർസ് ആരംഭിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരത്ത് ദർസ് നടത്തിയ സമയത്തുള്ള പതിവാണ്. ആ പതിവ് അങ്ങനെ ഏറ്റെടുത്താണ് ഉസ്താദും അങ്ങനെ ശീലിച്ചു വന്നത്. രാവിലെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദ്വാരന്നിട്ട് എല്ലാ മുസന്നിഫീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും ഔലിയാക്കൾക്കും അവരിലേക്കൊക്കെ ഫാത്തിഹയും അസ്മാഉൽ ഹുസ്നയും ഹദിയ ചെയ്ത് ദ്വാരന്നിട്ട് ദർസ് ആരംഭിക്കും. വൈകുന്നേരം രാത്രി ഇശാന്റെ ശേഷം നടക്കുന്ന ഹദ്ദാദ് റാത്തീബിൽ എല്ലാവരും പങ്കെടുത്തോണം, ആരും ഒഴിവായി പോകാൻ പാടില്ല. അവര് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു ആത്മീയമായ മാനമാണത്. ഹദ്ദാദ് റാത്തീബിലുള്ള കാർക്കശ്യം ഇത് ഉലമായിൽ നിന്ന് കൈമാറി വന്ന വലിയൊരു സൗന്ദര്യമാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, എത്ര തിരക്കുള്ള പരിപാടിയാണെങ്കിലും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് ഹദ്ദാദ്, ആ ഹദ്ദാദ് കഴിഞ്ഞിട്ട് എണീറ്റ് പോയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെന്താണെങ്കിലും ശരി, സമ്മേളനാണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇശാ നിസ്കാരം കഴിഞ്ഞോ തിരിഞ്ഞിരുന്ന് അൽഫാത്തിഹ വിളിച്ച് ഹദ്ദാദ്. അത് ഹദ്ദാദ് റാത്തീബിനുള്ളൊരു മഹത്വമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഹദ്ദാദ് റാത്തീബ് ശുഷ്കിച്ചു വരികയാണ്, സങ്കടമാണ്. നല്ല ഈമാൻ കിട്ടുന്ന ഒരു മജ്ലിസാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ഈ ഹദ്ദാദ് റാത്തീബ് രചിച്ചത്? യമനിലേക്ക് ഷീഇയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ബിദ്അത്തുകാർ നുഴഞ്ഞുകയറ്റം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിഷയം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽ കുറച്ച് പണ്ഡിതന്മാർ പോയി പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, എങ്കിൽ അതിനൊരു പരിഹാരം കാണണം. എന്താ പരിഹാരം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ എത്തി. ആ ഹദ്ദാദ് റാത്തീബ് ഓരോ പ്രതിസന്ധികൾക്കും മഹാനവറുകൾ നിർദ്ദേശിച്ചു കൊടുത്ത ഓരോ ദിക്റുകളായിരുന്നു. ഓരോ പ്രതിസന്ധി വരുമ്പോ ഓരോ ദിക്ർ പറഞ്ഞു കൊടുക്കും. ഒരു പ്രയാസം വരുമ്പോ അതിന് ചൊല്ലിക്കൊടുക്കും ഒരു ദിക്ർ. അസ്ലഹല്ലാഹു വറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശറൽ മുഅ്മിനീൻ. വേറൊരു പ്രയാസം എന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബൽ ബറായ. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ ദിക്റുകളൊക്കെ ഓരോ ആളുകൾക്ക് വ്യത്യസ്ത സമയത്ത് എഴുതി കൊടുത്ത ചൊല്ലിക്കൊടുത്ത ദിക്റാണ്. മൊത്തം അത് ക്രോഡീകരിച്ചത് ബിദ്അത്തുകാരി നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരെ ചതിയിൽ ആരും കുടുങ്ങരുത്, അവരെ വിശ്വാസ വഞ്ചനയിൽ ആരും പെട്ടുപോകരുത്, അതിന് നിർദ്ദേശിച്ചു കൊടുത്തതാണ് മഹത്തായ ഹദ്ദാദ് റാത്തീബ്. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഹദ്ദാദ് റാത്തീബ് നടപ്പിലാക്കിയതല്ല, ഒരു സ്ഥലത്തും വന്ന് സ്ഥാപിച്ചതല്ല. പക്ഷേ ജീവിതകാലത്ത് ഏറെ ദിക്ർ ചൊല്ലിയത് കൊണ്ട് മഹാനവറുകളെ ദിക്ർ അല്ലാഹു ഖബൂലാക്കി. എല്ലാ ദിവസവും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ളുഹർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകാതെ ഒരേ ഇരുത്തം ഇരുന്ന് 1000 പ്രാവശ്യം ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദ്ദാദിന്റെ അക്മലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് 1000 പ്രാവശ്യമാണ് ഏറ്റവും പൂർണ്ണമായത്. നമ്മുടെ നാടുകളിലൊക്കെ 150 ഒതുങ്ങിയിട്ടുണ്ട്. എന്നാലും അത് ചൊല്ലുന്നതും വലിയ സമാധാനം തന്നെയാണ്. ഓരോ ദിവസവും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ 1000 തവണ ചൊല്ലും ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. റമളാനു ശരീഫായാൽ 2000 ചൊല്ലും. അപ്പൊ ഒരു വർഷത്തിൽ ചൊല്ലുന്ന ദിക്റിന്റെ കണക്കൊന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ, എത്ര 1000 ദിക്റാണ്. ഇതവർ പകർത്തിയത് മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗൽഭനായ സ്വഹാബിയാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മഹത്വം ഒന്ന് തന്നെ മതി. മദീന പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം ദർസ് നടത്തിയ മഹാനുഭാവനാണ്.
എല്ലാ സ്വഹാബിമാരും നിങ്ങൾ ദർസ് നടത്തണം എന്ന് പറഞ്ഞ് മുന്തിച്ചു. ആ ഒരൊറ്റ ഷറഫ് മതി അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ. എന്നിട്ടും ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. തസ്ബീഹ് മാലയെ പറ്റി പറയുന്ന ഒരു അധ്യായമുണ്ട് ഹാവീലിൽ ഫതാവയിൽ. ചെറിയൊരു ലഘുലേഖ തന്നെ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്, ഒരു ഗ്രന്ഥം തന്നെ. തസ്ബീഹ് മാല വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയിൽ ആ സ്ഥലത്ത് മഹാനവറുകൾ സമർത്ഥിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ലൊരു മാലയുണ്ടായിരുന്നു. ആ മാലയിൽ 2000 മണികളുണ്ടാകും. ഓരോ ദിവസവും ഇശാ നിസ്കാര ശേഷം വീട്ടിലെത്തിയാൽ ഈ മാല 10 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു മറിക്കും. അങ്ങനെയാകുമ്പോ 20,000 ദിക്റാണ് ചൊല്ലുന്നത് ഉറങ്ങുന്നതിന്റെ മുമ്പ്. അവരൊരു വർഷം ചൊല്ലിയത് നമ്മളെ ആയുസ്സിൽ മൊത്തം നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവുകയില്ല. എത്രമാത്രം ദിക്റ് ചൊല്ലണം അള്ളാഹുദിന് കറക്ക് പറഞ്ഞിട്ടില്ല. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. കൂടുതൽ ദിക്റ് ചൊല്ലുന്ന ആണും പെണ്ണും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും അധികരിപ്പിക്കേണ്ടതാണ് ദിക്റ്. അധികം ദിക്റ് ചൊല്ലണം, കണക്കല്ലാഹു പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം കഴിവിന്റെ പരമാവധി എന്നാണ്. എത്ര കഴിയുമോ അത്രയും ദിക്റ് ചൊല്ലണം. ആ പാരമ്പര്യം സ്വീകരിച്ചാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 1000 തവണ ഓരോ ദിവസവും ദിക്റ് ചൊല്ലിയത്. ഒരു വർഷമാകുമ്പോഴേക്ക് കൂട്ടി നോക്കിയാൽ 3,60,000-3,60,000-ത്തിലധികം ദിക്റുകളാണ് മഹാനവറുകൾ അക്കൗണ്ടിലേക്ക് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദുഹറിന് ശേഷം മാത്രം ചൊല്ലിയത്. അത് ഹദ്ദാദ് റാത്തീബിൽ ചൊല്ലിയത് വേറെയുണ്ട്, വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലിയത് വേറെയുണ്ട്, നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലിയത് വേറെയുണ്ട്. ഇത് ദുഹറിന്റെ ശേഷം മാത്രം ഒരേ ഇരുത്തം ഇരുന്ന് ചൊല്ലിയതിന്റെ കണക്കാണ്. ഇങ്ങനെ അധികം ദിക്റ് മഹാനവറുകൾ ചൊല്ലിയപ്പോൾ അവരെ ഹദ്ദാദ് റാത്തീബിന് അള്ളാഹു ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകി. നൂറ്റാണ്ടുകളായതങ്ങനെ നിർവഹിച്ചു പോരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കോടിക്കണക്കിന് ഫാത്തിഹകളാണ് മഹാനവറുകളെ ഹദ്റത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അന്ധത ബാധിച്ചിട്ടും ദിക്റിലും ഇൽമിലൊന്നും ഒരു കുറവുമില്ലാതെ ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ആ ഹദ്ദാദ് റാത്തീബിൽ നമ്മുടെ ഉസ്താദുമാർ വലിയ കാർക്കശ്യം കാണിച്ചിരുന്നു. അവരെ ത്വരീഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹദ്ദാദ് റാത്തീബ്. വൈകുന്നേര സമയത്തുള്ള തസ്ബീഹ് അതിന് വലിയ കാർക്കശ്യമാണ്. അതിന് നേരം വൈകാൻ പാടില്ല. ചെറിയ ഉസ്താദും ചൂടായിരുന്നു, ദേഷ്യം പിടിച്ചിരുന്നു. ആ തസ്ബീഹിന് കറക്റ്റ് എത്തണം. കാരണം ആ നേരത്തുള്ള തസ്ബീഹ് ഔലിയാക്കളെ വലിയൊരു ലക്ഷണമാണ്. മഗ്രിബിന്റെ മുമ്പുള്ള തസ്ബീഹ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ 5 കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ പതിവാക്കണം. വയുഈനു തജ്ദീദുൽ വുളൂഇ വദിക്റുക ഖബ്ലൽ ഗുറൂബി മുസബ്ബിഹൻ മുസ്തഖ്ബിലാ വഇബാദത്തുൻ ബൈനൽ ഇശാ വൽ മഗ്രിബി തർക്കും കലാമൻ ബഅദ ദാലിക ഗാഫിലാ. തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പൂതിയുണ്ടോ? എന്നാൽ അതിന് നിന്നെ സഹായിക്കും ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു ഉളൂ പുതുക്കിയെടുക്കണം. ഇശായിനെടുത്ത ഉളൂ ഉണ്ടെങ്കിലും പിന്നെ ഒരു ഉളൂ, അതാണ് പുതുക്കല്. മൂത്രമൊഴിച്ചിട്ട് എടുക്കുന്ന ഉളൂ അല്ല, അത് പുതുക്കുന്ന ഉളൂ അല്ല. പുതുക്കുന്ന ഉളൂ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇശായിനെടുത്ത ഉളൂ ഉണ്ട്, ഇപ്പൊ ആ ഉളൂ മുറിക്കാൻ ഉദ്ദേശമില്ല. എന്നാലും ഒരു ഉളൂ പുതുക്കണം. ഉറങ്ങാൻ വേണ്ടിയുള്ള സുന്നത്തായ ഒരു ഉളൂ എടുക്കണം. രണ്ടാമത്തെ കാര്യം, മഗ്രിബിന്റെ മുമ്പ് ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് തസ്ബീഹ് ചൊല്ലണം. മഹാനവറുകൾ പറഞ്ഞു, ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് മുസ്തഖ്ബിലൻ ഖബ്ലൽ ഗുറൂബി മുസബ്ബിഹൻ മുസ്തഖ്ബിലാ. ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് മുതഅല്ലിമീങ്ങളൊക്കെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന തസ്ബീഹ് കേട്ടിട്ടില്ലേ? അത് തഹജ്ജുദിന് വലിയ സഹായകമാണ്. നാലാമതായി പറഞ്ഞു, ഇബാദത്തുൻ ബൈനൽ ഇശാ വൽ മഗ്രിബി. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ചുരുങ്ങിയ സമയം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയത് 3/4 മണിക്കൂർ 40 മിനിറ്റ് കിട്ടും. അത് മുഴുവനും ആരാധനയിലായി തീർക്കണം. ഓതിയിട്ടോ വായിച്ചിട്ടോ, വായിക്കുന്നതും ഓതുന്നതും കേട്ടിട്ടോ ഇബാദത്തിലായി നീ മുഴുമിപ്പിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയവും അങ്ങനെ ആക്കി തരട്ടെ. നാലാമതായി പറഞ്ഞു, തർക്കും കലാമൻ ബഅദ ദാലിക ഗാഫിലാ. ഇശായിന്റെ ശേഷം ഒരു കാര്യവുമില്ലാതെ വെറുതെ സംസാരിച്ചിരിക്കുന്നത് ഒഴിവാക്കണം. ഒരു കാര്യവുമില്ല, ദുനിയാവിന്റെ ഉപകാരമില്ല, ആഖിറത്തിന്റെ ഉപകാരമില്ല.
വെറുതെ സംസാരിച്ച് നേരം തുലക്കരുത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് കാര്യമായുള്ള ദിക്റിനാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയത്, അത് നല്ലതാണ്. ദുആഇന് ഒരുമിച്ച് കൂടിയത് നല്ലതാണ്. ദർസ് ഓതി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നല്ലതാണ്. വഅദ് പറയുന്നതും കേൾക്കുന്നതും നല്ലതാണ്. കുട്ടികളെ മദ്രസയും സ്കൂളും പുസ്തകവും ഓതിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നല്ലതാണ്. അതിഥികളോട് സംസാരിക്കുന്നത് നല്ലതാണ്. ഭാര്യ ഭർത്താക്കന്മാരും ബാപ്പയും മക്കളും ഉമ്മയും തമ്മിൽ സംസാരിക്കുന്നത് നല്ലതാണ്. കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്വറ പറഞ്ഞിരിക്കുന്ന സ്വറ പറയൽ ഒഴിവാക്കണം. ഇത് ഒഴിവാക്കിയാൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ നിന്നെ സഹായിക്കും. അവിടെ തസ്ബീഹ് പ്രത്യേകം അടയാളപ്പെടുത്തി എണ്ണിയിട്ടുണ്ട്. ആ തസ്ബീഹ് ധാരാളം ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറിയ പി ഉസ്താദ് ആരും അറിയണമെന്ന് ആഗ്രഹിച്ച മഹാനല്ല, ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമാണ്. ആരും അറിയരുത്, ആരും അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ പറയാൻ മാത്രല്ല, ചിലപ്പോ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒക്കെ യാത്രക്കിടയിൽ ആളുകൾക്ക് തോന്നും ഇത് എ പി ഉസ്താദാണെന്ന്. കാരണം ആകൃതിയും അങ്ങനെയാണ്, രൂപവും അങ്ങനെയാണ്, മുഖശേപ്പും അങ്ങനെയാണ്, ശബ്ദവും അങ്ങനെയാണ്. പേരിന്റെ കൂടെ ആണെങ്കിൽ ഒരു എ പി എന്ന ഇനീഷ്യലും ഉണ്ട്. അപ്പൊ ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോ ഉസ്താദ് ജനങ്ങൾക്ക് അറിയാത്ത രൂപത്തിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള ഉസ്താദിന്റെ മറുപടി കേട്ടപ്പോ നമുക്ക് വലിയ ഉസ്താദിന്റെ ആ ഒരു തെളിമ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ പേരെന്താന്ന് വെച്ചു. പേര് മുഹമ്മദ് തന്നെയുള്ള പേര്. ഇനീഷ്യൽ എന്താന്ന് വെച്ചു. അപ്പൊ ഇപ്പൊ വീട് നിൽക്കുന്ന സ്ഥലത്തിന് കടോളിൽ എന്നാ പറയാം. അപ്പൊ കടോളിൽ എന്ന് പറഞ്ഞു. പാക്ക് പിടുത്തം കിട്ടിയില്ല, കാരണം ഇനീഷ്യലായ മുപ്പർ ചോദിക്കുന്നത് എ പി എന്ന് കിട്ടാനാണ്. അത് പറഞ്ഞില്ല. നാട് എവിടെയെന്ന് ചോദിച്ചു. നാട് കരുമ്പയിലാന്ന് പറഞ്ഞു. അപ്പൊ അതും പിടുത്തം കിട്ടിയില്ല, കാരണം കാന്തപുരം പേരിന്റെ കൂടെ ഉള്ളത്. ഇത് മൂന്നും അറിയാതെ അസ്സലാമു അലൈക്കും എന്ന് മുപ്പര് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താ അങ്ങനെ പറഞ്ഞത്? അത് മൂപ്പർക്കും എനിക്കും സൗകര്യമാണ്. എന്നെ അറിഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട, മൂപ്പർ എന്നെ അറിഞ്ഞോളന്ന് എനിക്കുമില്ല. ഒരാളെങ്ങനെ അറിഞ്ഞിട്ട് ബന്ധം കിട്ടാനാ? അങ്ങനെ ജീവിച്ചതാണ്. ആരും അങ്ങനെ നമ്മളോടൊപ്പം ഒരാളെന്ന് ചോദിച്ചാൽ നമ്മൾ ടൈറ്റിലും ഇനീഷ്യലും ഒക്കെ ഉണ്ട്, റെഡിക്ക് പറയല്ലേ ഞാൻ അങ്ങനെ ഇങ്ങനെയാണ്, വലിയ ആളാണ് മറ്റാളാണെന്ന്. അതൊന്നുമില്ല. അതാ ഒരു എളിമുള്ള നിലപാടിൽ, അങ്ങനെ തന്നെ താഴ്മുള്ള നിലപാടിൽ ജീവിച്ചു. ചുരുങ്ങിയ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ട ആ ജീവിതത്തിൽ ഉസ്താദ് അവർകൾ ഒരാൾക്കും ഭാരമാകരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എല്ലാ പ്രാർത്ഥനയിലും ഉണ്ട്, പടച്ചോനെ എന്റെ ജീവിതം മറ്റൊരാൾക്കും നീ ഭാരമാക്കല്ലേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്കും. ആ ദ്വയാണ് അള്ളാഹു കബൂലാക്കിയത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദെ കുടുംബക്കാർ ഉസ്താദിനെ നോക്കാനുണ്ടാകും, ശിഷ്യന്മാര് പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ മുഹിബീങ്ങൾ എത്രയുണ്ട്, പൊന്നുപോലെ ഉസ്താദിനെ നോക്കുന്ന നാട്ടുകാരുണ്ട്, ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്, സ്വന്തം മറന്ന് സ്നേഹിക്കുന്ന മക്കളും കുടുംബാംഗങ്ങളും എത്രയുണ്ട്, അവരൊക്കെ നോക്കൂലേ. ഉസ്താദ് പറഞ്ഞു, രോഗിയായ ഒരാൾ കിടന്നാല് കുറച്ചു കാലമൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും, പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നിപ്പോകും സലാമത്തിനോ റാഹത്തിനോ പെട്ടെന്ന് വേർപ്പിരിയാനോ ആരെങ്കിലൊക്കെ ഒന്ന് വരുന്ന റെഡി ആയിരുന്നു. അങ്ങനെ ഒരു ചിന്ത വരുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് റാഹത്തോടെ പിരിഞ്ഞു പോകലാണ് എന്ന് ഉസ്താദ് പറയും. അതിനാണ് ആ ദുആ, പടച്ചോനെ നമ്മുടെ ജീവിതം ആർക്കും നീ ഭാരമാക്കല്ലേ അല്ലാഹ്. ഒരാൾക്കും പ്രയാസപ്പെടാത്ത രൂപത്തിലാണ് അന്ത്യസമയത്തും ദർസുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ചു. ദർസി രംഗത്ത് വലിയ ഖിദ്മകൾ ചെയ്തു. പ്രഭാഷണങ്ങൾ നോക്ക് നിങ്ങൾ, ഏതാൾക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, മറുപടിയാണെങ്കിൽ അതേ രൂപത്തിലുള്ള മറുപടി, എല്ലാ വിഷയങ്ങൾക്കും അതേ രൂപത്തിലുള്ള മറുപടി. ഒരു ദിവസം ഒരാൾ ചോദിച്ചു, ഉസ്താദെ ഞങ്ങളെ നാട്ടിലൊക്കെ ഈ കണ്ണൂക്ക് എന്നുള്ള പേരിൽ ഒരു 3 കൈക്കലുണ്ട്. അപ്പൊ ഈ കണ്ണൂക്ക് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? മയ്യത്തിന്റെ കണ്ണ് പോകുന്നത് കൊണ്ട് കണ്ണൂക്ക് എന്ന് പറയണോ? അങ്ങനെ 3 കണ്ണ് പോകുന്നൊരു വിഷയം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതല്ല, അത് കണ്ണൂക്ക് എന്ന് പറഞ്ഞ കണ്ണൊഴുക്കാണ്. കണ്ണിന്റെ ഒഴുക്ക് ഏകദേശം ഒരു 3 ആകുമ്പോഴേക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞു കിട്ടും. 1-ാമത്തെ ദിവസം നല്ലോണം കണ്ണൊഴുക്കുണ്ടാകും, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. 2-ാമത്തെ ദിവസം ഉണ്ടാകും. ഈ ദിവസങ്ങൾക്കിടയിൽ ആളുകൾ വന്ന് സമാധാനിപ്പിക്കുമ്പോൾ കുറെ ഇങ്ങനെ കുറയും. 3ന്റെ അത് പറ്റ കുറയും. കാരണം അന്ന് എല്ലാവരും വന്ന് സമാധാനിപ്പിക്കുമ്പോൾ സന്തോഷം കൂടി കിട്ടും. അങ്ങനെയാണ് ഉസ്താദ് മറുപടി പറയാറില്ല, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിൽ. വേറൊരാൾ ചോദിച്ചു, മയ്യത്തിന്റെ ഖബറിന്റെ മേലെയുള്ള ഈ ചെടി ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത് ഖബറാളിക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളതിന് തെളിവാണോ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, അതല്ല, അത് ആ മണ്ണിന്റെ നനവിന്റെ കുഴപ്പമാണ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെ നനവ് കുറച്ച് കുറവാണ്, വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചെടി എങ്ങനെ വളർന്നു വന്നോളും. അല്ല, മുകളിലുള്ള ചെടി, ഈ ചെടി ഇല്ലെങ്കിലോ ഒരാളെ ഖബറിന് ആദ്യം ചെടി കുത്തിയില്ലാന്ന് നോക്കാം, പിന്നെ ഫുള്ള് ശിക്ഷ നോക്കാൻ പറ്റുമോ? അത് ശിക്ഷന്റെ ഒരു ദലീലൊന്നുമല്ല, അടയാളൊന്നുമല്ല.
ജനങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല നർമ്മം കലർന്ന മറുപടി പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് ധാരാളം ഇൽമി വിതരണം ചെയ്തു. അല്ലാഹു തആല അവിടത്തേക്ക് ദറജ ഉത്തരോത്തരം ഉയർത്തി കൊടുക്കട്ടെ. എളിമയാർന്ന നിലക്ക് ജീവിച്ചു. വിദേശത്ത് പോകാനൊന്നും ഒരു ആഗ്രഹമില്ല. പലപ്പോഴും ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ നിർബന്ധിക്കും UAE ഗസ്റ്റായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ എങ്ങനെങ്കിലൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറും. കാരണം അതൊന്നും ഒരു താല്പര്യമല്ല, ആഗ്രഹമല്ല. ദർസ് നടത്തുക, ദീനിന് ഖിദ്മത്ത് എടുക്കുക, അതിനാണ് ഏറ്റവും വലിയ താല്പര്യം. വേറെ ഒന്നിലും അധികം താല്പര്യമല്ല. ദീനി ദഅവത്ത് നടത്തുക, സാധുക്കളോട് വലിയ മഹബത്ത്, ഭാവങ്ങളോട്. ഏതെങ്കിലും ആളുകൾക്ക് സുഖമില്ല, ശിഷ്യന്മാർക്ക് സുഖക്കേടാണെന്ന് കേട്ടാൽ അപ്പോഴേക്ക് ഉസ്താദ് കരഞ്ഞു പോകും. അത് അവരൊരു സ്നേഹത്തിന്റെ റൗഫത്തിന്റെ അടയാളമാണ്. ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാള് തീരെ സുഖമില്ലാതായി വിഷമിച്ചപ്പോ എല്ലാവരും വിളിച്ചിട്ടും എന്നെയും ഉസ്താദ് വിളിച്ച് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് കാശ് എവിടുന്നെങ്കിലും ഉണ്ടാക്കി എളുപ്പത്തിൽ കൊണ്ടുവരണം, അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ലൊരു സുഖം ഉണ്ടായി കൊടുക്കണം. ചെറിയ മക്കളാണ് വീട്ടിലുള്ളത്, അവർക്കിത് താങ്ങാൻ കഴിയൂല, ബാപ്പങ്ങനെ സുഖമില്ലാതെ കടന്നാൽ. അങ്ങനെ ആ ശിഷ്യന് വേണ്ടി ധാരാളം സമ്പത്ത് സ്വരൂപിച്ച് ട്രീറ്റ്മെന്റ് നടത്തി. എന്നാൽ ഉസ്താദിന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷമം അങ്ങനെ ഉസ്താദ് പറയും. അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ആ കുട്ടികളൊന്നും പ്രായപൂർത്തി എത്തിയിട്ടും പക്വതെത്തിയിട്ടും കാണാനുള്ള ഒരവസരം കൂടി അള്ളാഹു നൽകിയില്ല. കുട്ടികൾക്ക്, മുത്തല്ലിമികൾക്ക്, നാട്ടുകാർക്ക്, പരിചയക്കാർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ വിഷമിക്കുന്ന മനസ്സ് ഒരു സ്നേഹത്തിന്റെ ആർദ്രതയുടെ അടയാളമാണ്. ആ മനസ്ഥിതിയാണ് ഷെയ്ഖുനാ ചെറിയപ്പി ഉസ്താദിൽ നിന്ന് ധാരാളം നമ്മൾ അനുഭവിച്ചത്. കേൾക്കുമ്പോഴേക്ക് ഉസ്താദ് കരഞ്ഞു പോകും. ഒരാൾ എന്തെങ്കിലും സൂക്കേടോ ബുദ്ധിമുട്ടോ എന്ന് പറയുമ്പോൾ അവരോടുള്ള അനുകമ്പ കൊണ്ട് ദുആ ചെയ്തു കൊടുക്കും. ഏതെങ്കിലും ആളുകൾ പ്രയാസപ്പെട്ട് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ, നിങ്ങൾ നോക്കി, ഒരാൾ വന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ദിക്ർ അങ്ങോട്ട് എഴുതി കൊടുക്കൂലേ. ഒരു ദിവസം ഒരു മുത്തല്ലിം ഉസ്താദിന്റെ റൂമിൽ വന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ഞങ്ങൾ മഹല്ലി ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാണ്. ആ മുത്തല്ലിം അങ്ങനെ കരയുന്നുണ്ട്. ഉസ്താദിന്റെ ശിഷ്യനൊന്നല്ല, പുറത്തുനിന്ന് വന്നാണ്. അപ്പൊ എന്താ സംഗതി? ആ കുട്ടിക്ക് ഓതിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഓതാനാണെങ്കിൽ നല്ല താല്പര്യമുണ്ട്. അങ്ങനെയാണ്. ദർസ് പഠിക്കാൻ ഉസ്താദെ നല്ല താല്പര്യമുണ്ട്, ആർക്കും അതിന് തടസ്സമല്ല. പക്ഷെ ഓതിയിട്ട് എനിക്ക് കിതാബ് ഇങ്ങോട്ട് മനസ്സിലായി കിട്ടുന്നില്ല. ഉസ്താദിന് വലിയ സങ്കടമായി. അപ്പൊ ഉസ്താദ് ഒരു പേപ്പറിൽ ചെറിയ ഒരു ദിക്ർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പതിവാക്കിയിട്ട് നിങ്ങൾ ഓതിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മുത്തല്ലിമിനെ കണ്ട ആ ദിക്ർ ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കിനും മുത്തല്ലിമ് പോയി. പിന്നെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ ദിക്റൊക്കെ എഴുതി കൊടുക്കും, ഞങ്ങൾക്കും വേണം ദിക്ർ. ഉസ്താദ് പറഞ്ഞു, അയാളെപ്പോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങളും കരയാണെങ്കിൽ നിങ്ങൾക്കും എഴുതി തരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥമുള്ള കരച്ചില്ലല്ലോ. നിങ്ങളിപ്പോ എൻ്റെ ഇൽമ് കിട്ടും, ഞാൻ അങ്ങനെ പഠിച്ചാൽ അങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ പൊരുത്തം കിട്ടുന്ന അങ്ങനെ കൂടുതലേ. ആത്മാർത്ഥമായിട്ട് ആ മുത്തല്ലിം, അങ്ങനെയാണ് അവര് അവസ്ഥ. അവരാരിലേക്കും അങ്ങനെ അറിയില്ല. പക്ഷെ കോള് ധാരാളമുണ്ട് സഹോദരങ്ങളെ. ഇഷ്ടം പോലെ ആ അതരത്തിൽ നിന്ന് ഇൽമു വാരിയെടുക്കണമെന്ന് ധാരാളം ശിഷ്യഗണങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഖളാ അല്ലേ, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. വിതരണം ചെയ്ത ഇൽമുകൾ ദർജകളായി അള്ളാഹു തആല അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ധാരാളമുണ്ട് അവസ്ഥകളും സംഭവങ്ങളും ധാരാളമുണ്ട്. ചെറിയ ഈ 35 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരേ മഹല്ലത്തിൽ ഉസ്താദ് നിന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ച ഒരു സംഭവം നമ്മൾ ആലോചിച്ചു. ഇതല്ലേ നമുക്കൊന്നും കാണാൻ പറ്റാത്തത്. നമ്മുടെ സ്ഥലത്ത് പോയി നിന്നാൽ എന്തെല്ലാം പറയും. ഉസ്താദിന് ഏറ്റവും വലിയ പേടി ഷെയ്ഖുന സുൽത്താൻ ഉസ്താദ് അവർ റൂമിലേക്ക് വരുന്നു എന്ന് കേട്ടാ അപ്പൊ വല്ലാത്തൊരു പേടിയാണ്, ബേജാറാണ്. അപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് മാറി, കുപ്പായൊക്കെ ഒന്നിട്ട്, തലക്കെട്ടൊക്കെ ഒന്ന് കെട്ടി പെട്ടെന്ന് റൂമിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. ഒരു ദിവസം ഞങ്ങൾ ദർസിലിരിക്കുമ്പോ, ക്ലാസ്സിലിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഓടിക്കൂടി തലക്കെട്ടും മറ്റൊക്കെ റെഡിയാക്കി ഉസ്താദിനോടുള്ള ആ വല്ലാത്ത ബഹുമാനം കൊണ്ട് എല്ലാം റെഡിയാക്കി റൂമിന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോ അവിടെ 1-2 കീറിയ പിന്നെ വിരിപ്പുകളും മറ്റൊക്കെ ഉണ്ട്. അതിന്റെ മേലെ ഷാളൊക്കെ വിരിച്ച് മട്ടാക്കുന്നുണ്ട്. അതാരും കാണണ്ടെന്ന് കരുതി. എന്നാ പിന്നെ ഇത് മാറ്റണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകൾ മാറ്റിക്കൊടുക്കാനുണ്ട്, ശിഷ്യന്മാര് തന്നെ. അതൊക്കെ മതി, അത്ര മതി. അങ്ങനൊക്കെ ജീവിച്ചാൽ മതി, ദുന്യാവിലല്ലേ. അങ്ങനെ ഒരു ജീവിതം കണ്ട് ഖനാഅത്തിന്റെ മേഖലയിൽ വല്ലാത്ത രൂപത്തിൽ ഉസ്താദ് ജീവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ കാന്തപുരത്തുനിന്ന് പോന്ന് മർക്കസിലെത്തുന്ന ആ ഒരു സമയത്താണ്, എന്റെ തൊട്ടു മുമ്പാണ്, ഒരു ഹീറ്റർ കിട്ടിയാൽ ചുടുവെള്ളത്തിൽ കുളിക്കായിരുന്നു എന്നൊരു ദിവസം ആരോടൊന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെയോ കമ്മിറ്റിക്കാർ ശ്രദ്ധയിൽപ്പെട്ട് അവർ പെട്ടെന്ന് റെഡിയാക്കി.
ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ആരോടും പറയില്ല, അങ്ങനെ മതി, അത് തൃപ്തിട്ട് ജീവിക്കാൻ കഴിയും. പഠിപ്പിച്ച ആ ആത്മീയതയുടെ അധ്യായം ഖനാഅത്ത്, അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ജീവിച്ചു. അങ്ങനെയൊക്കെ മദീനയിൽ ജീവിച്ചു. ലാസ്റ്റ് ഘട്ടത്തിലും പലപ്പോഴും നടന്നിട്ടാണ് ദർസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് കയറാൻ പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ. ഏതെങ്കിലും ഒരാളെ വിളിച്ച് വാഹനം കൊണ്ടുവരും എന്ന് പറഞ്ഞാല് 100 കണക്കിന് ആളുകളുണ്ട് കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ. വിളിക്കേണ്ട താമസമുള്ളൂ, പെട്ടെന്ന് അവിടെ എത്തും. ഇനി അവരൊന്ന് ബുദ്ധിമുട്ടാക്കണ്ട, അതിലപ്പോ അതൊക്കെ അങ്ങോട്ട് നടന്നാല് ചുളിഞ്ഞ വഴിക്ക് അപ്പുറത്തെത്തും, അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിപ്പോയാൽ മതി. അങ്ങനെ ജീവിച്ചതാണ്. ലാസ്റ്റ് ഘട്ടം വരെ ആ ഒരു എളിമയിലും താഴ്മയിലും ജീവിച്ചതാണ്. നമ്മുടെ ജീവിതം മറ്റൊരാൾക്കും ഭാരമാകണ്ട, നമ്മൾ ആർക്കും ഭാരമാകണ്ട, സ്വസ്ഥമായി ജീവിച്ചാൽ മതി. സാധുക്കളോടുള്ള വല്ലാത്ത അനുകമ്പയും സ്നേഹവും നിലനിർത്തി അവർക്ക് വേണ്ടി കൂടുതൽ കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ മുന്നിൽ വരുന്ന ഇഷ്ടക്കാരായ ഫക്കീറുമാര്, മിസ്കീന്മാര്, അവർക്ക് വേണ്ടി പ്രത്യേകം ഉസ്താദ് പിരിവെടുത്തു കൊടുക്കും. പൊതുവെ പിരിവെടുത്തു കൊടുക്കുന്നതിന് താല്പര്യമില്ലെങ്കിലും ഇവരെ കാണുമ്പോൾ ഉസ്താദിന് പിരിവെടുത്തു കൊടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ പിരിവൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മുത്താലിമീങ്ങളെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ കയ്യിൽ കാശൊക്കെ മിച്ചുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് സാധുവിന് കൊടുക്കണം, അയാളെ കയ്യിലൊന്നുമില്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ ഒരു സ്നേഹവായ്പില്ലേ, അത് അമ്പിയാക്കൾ കൗലിയാക്കളിലൂടെ അള്ളാഹു പകർത്തി തന്നൊരു സ്വഭാവമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഏതൊരു ഫക്കീറിനെ കണ്ടാലും മഹാനവറുകൾ ചോദിക്കും, എന്തെങ്കിലും വിഷമമുണ്ടോ? എന്താ വിഷമം? വിഷമം പറഞ്ഞാൽ ആ വിഷമം ഉടനടി പരിഹരിച്ചു കൊടുക്കും, വേണ്ടത് ചെയ്തു കൊടുക്കും, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകും. മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ഏറ്റവും ഹുബ്ബുള്ള പരിപാടി. ദുനിയാവിൽ ഏറ്റവും സന്തോഷമുള്ള അമലായി മഹാനവറുകൾ കണ്ടത് ഇത്വാമുത്വാം, ഭക്ഷണം കൊടുക്കലാണ്. ആയിരക്കണക്കിന് ദിർഹമും ദീനാറും ഒക്കെ മഹാനവറുകളെ ഹദ്റത്തിലെത്തുമ്പോ ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല. അതുകൊണ്ട് നല്ല പത്തിരിപ്പൊടി വാങ്ങും, റൊട്ടിപ്പൊടി വാങ്ങും, റൊട്ടി ചുടും, മാംസം വാങ്ങും, മത്സ്യം വാങ്ങും, അത് ഉണ്ടാക്കിയിട്ട് വിളംബരപ്പെടുത്തും. സാധുക്കളായ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കും. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, സന്തോഷിപ്പിക്കുക, അത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സന്തോഷമായിരുന്നു. ഇതേ രൂപത്തിലാണ് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ നിങ്ങൾ നോക്ക്, പലർക്കും പണിയില്ലാതെ തഅല്ലുമുല്ല തഅലീമുല്ല മുടങ്ങിക്കിടന്ന സന്ദർഭത്തിൽ ഉസ്താദ് അവർകൾ പറഞ്ഞു, പൂർവ്വ വിദ്യാർത്ഥികളെ വിളിച്ച്, മുത്തഅല്ലിമീങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടാകും, മുഅല്ലിമീങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ടാകും. നമ്മളെ ദർസിൽ നിന്ന് ഇത്ര കാലം വരെ പഠിച്ചു പോയ ആളുകൾ കാന്തപുരത്ത് ദർസ് ഓതിയവർ എത്രയുണ്ട്, അവരൊക്കെ കണക്കാക്കിയിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്കും നല്ലൊരു കിറ്റ് കൊടുക്കണം. അപ്പൊ പൂർവ്വ വിദ്യാർത്ഥികൾ ഉസ്താദെ പലരും പല രൂപത്തിലാണ്, ചിലർ ഗൾഫിലാണ്, ഗൾഫിലേക്കോട്ടെ എന്നാലും കിറ്റ് വീട്ടിലെത്തണം എന്ന് പറഞ്ഞു. ചിലരുള്ളത് ദ്വീപിലാണ്, കപ്പലിൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ലക്ഷദ്വീപുകാരായ കുറെ കുട്ടികളുണ്ട് ഉസ്താദിന്റെ അടുത്ത് പഠിച്ചവര്, അവർക്കും കൊടുക്കണം. അത് പഠിച്ച് തഹ്സീലായി പോയവർക്കല്ല. അങ്ങനെ ചോദിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ, ബിരുദം വാങ്ങിയവർക്കാണോ? ബിരുദം വാങ്ങിയവർ മാത്രമാണ് പഠിച്ചതെന്ന് വെച്ചു ഉസ്താദ്. ബിരുദം വാങ്ങിയവർ മാത്രമാണോ പഠിച്ചത്? 1 കൊല്ലം പഠിച്ചാളും പഠിച്ച തന്നെ, അരക്കൊല്ലം പഠിച്ചാളും പഠിച്ച തന്നെ. അവരൊക്കെ അഡ്രസ്സ് നോക്കിയെടുത്ത് അവരൊക്കെ വീട്ടിലേക്ക് എത്തിക്കണം. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ശിഷ്യന്മാരുണ്ട്. അവരെ വീട്ടിലേക്കൊക്കെ വലിയ ഒരു കിറ്റ്, ലക്ഷക്കണക്കിന് രൂപ പല ഭാഗത്തുനിന്നും സ്വരൂപിച്ച് അതിനൊക്കെ സഹായിച്ച ആളുകളുണ്ട്. അള്ളാഹു എന്നീ അവരെ സഹായിക്കണേ അള്ളാഹ്. ഓരോ മുത്തഅല്ലിമിന്റെയും മുഅല്ലിമിന്റെയും, മുഅല്ലിമും മുത്തഅല്ലിമും ഒന്നും അല്ലെങ്കിലും പഴയ കാലത്ത് 1 കൊല്ലം ഓതി വറക്കത്തെടുത്ത ആളുണ്ടാകും, അരക്കൊല്ലം ഓതി വറക്കത്തെടുത്ത ആളുണ്ടാകും. അവരെ വീട്ടിലേക്ക് അടക്കം കിറ്റ് കൊടുത്തു. ഇടക്കിടക്ക് ഉസ്താദ് വിളിച്ചു ചോദിക്കുന്നു, അവിടെ എത്തിയോ, ഇവിടെ എത്തിയോ? അപ്പൊ ചിലരുണ്ടാകും, ഉസ്താദ് ഓൻ ദർശനം പറയാതെ പോയതാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആക്കെ പറയാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെന്താ ചിന്തിക്ക, കുരുത്തം കെട്ടും പോട്ടെ എന്നല്ലേ പറയാ. അങ്ങനെയാണ് മനസ്ഥിതി. എത്ര കുരുത്തക്കേട് കാണിച്ച് ദർശനം ഒഴിവാക്കിയ ആളാണെങ്കിലും വന്നാല് തോളിൽ കൈവച്ച് അണച്ചു കൂട്ടി പിടിച്ച് സംസാരിക്കും. അതൊരു നിർമ്മലമായ മനസ്സാണ്. ഒരു കുരുത്തക്കേട് നമ്മളോട് ചെയ്താല് പിന്നെ ആളെ നമ്മളെങ്ങനെ നോക്കല്? എപ്പോഴും ഒലവിന്റെ, വെറുപ്പിന്റെ, ശാപത്തിന്റെ, ഇടങ്ങേറിന്റെ, മരിക്കട്ടെ എന്നൊക്കെയുള്ള കണ്ടുകൊണ്ടല്ലേ. പക്ഷെ ഉസ്താദിന്റെ നോട്ടം അങ്ങനല്ല, അവിടുത്തെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ ഉസ്താദ് ദർശനം ഒഴിവാക്കിയതാണെന്ന് പിൽക്കാലത്തെ ആൾക്കാർ പറഞ്ഞാലും ഉസ്താദ് ശരിക്കാണ് സംസാരിക്കുന്നത് ഒരു ഒറിജിനൽ ശിഷ്യരെ പോലെ. അണച്ചു കൂട്ടി പിടിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തേക്ക് ഇരുത്തിയിട്ട് സുഖാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ ആ പഴയതൊക്കെ മറന്ന് വിട്ടുവീഴ്ച ചെയ്തു. അതിന്റെ പേരിൽ പിന്നൊരു മുഖം കറുപ്പിക്കുന്ന,
അല്ലെങ്കിൽ ആട്ടി ഓടിക്കുന്ന അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവമല്ല, നിർമ്മലമായ മനസ്സാണ്. റിഖത്തുൽ ഖൽബ് വകാന റജുലൻ റഖീഖൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞില്ലേ? തങ്ങൾ നിന്ന സ്ഥലത്ത് എന്റെ ഉപ്പാക്ക് നിൽക്കാൻ കഴിയൂല, റഖീഖായ മനുഷ്യനാണ്. തങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് പറയണമെന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആ റിഖത്തുൽ ഖൽബ് അത് മഹാന്മാരുടെ ഒരു സിഫത്താണ്, അടയാളമാണ്. ഉസ്താദ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. 72 വർഷത്തെ ആ ജീവിതം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ശൈഖുനാ സുൽത്താനുൽ ഉലമ അവர்களോടുള്ള വല്ലാത്ത മഹബത്ത്, ആ മഹബത്ത് കാത്തു സൂക്ഷിച്ചു എപ്പോഴും. ഉസ്താദിന്റെ ഭാഷയിൽ ഉസ്താദ് എപ്പോഴും മൊയിലേര് എന്നാ പറയാം. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്താ ഈ മൊയിലേര് എന്ന് പറഞ്ഞു. ശൈഖുനാ എന്ന് പറയുന്നത് എന്താ മൊയിലേര് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, മൊയിലേരായിട്ട് ഞാൻ കാണുന്ന ഒരാൾ അതേ ഉള്ളൂ. പക്ഷെ ദർസ് നടത്തുമ്പോഴൊക്കെ എപ്പോഴും എണ്ണി പറയുന്ന ഒരു പേര് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ഹസൻ മുസ്ലിയാരെ പറ്റി ഇടക്കിടക്ക് പറയും, ചരിത്രങ്ങൾ ഓരോന്നും പറയും, വാദഗതികൾ പറയും. ആ വാദത്തിന് ഹസൻ മുസ്ലിയാർ പറഞ്ഞ മറുപടി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതല്ലാതെ വേറെ ഇന്നൊരു മറുപടി പറയാനൊരു കുട്ടിക്കും കഴിയില്ല എന്ന് പറയും. അങ്ങനെ അതൊക്കെ പഠിപ്പിച്ചിട്ട് ഉസ്താദ് പറയും, കഴിഞ്ഞ കാല ഉലമായിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ സ്ഥാനം നേടിയ ഉഖ്റവിയായ ഉലമാനെ ഞാൻ കണ്ടത്, ആലിമിനെ കണ്ടത് ഹസൻ മൗലവി എന്ന് പറയും. ഹസൻ മുസ്ലിയാർ വലിയല്ലെങ്കിൽ ഞാൻ സ്ഥാനത്തേക്കാരും വരണ്ടെന്നും പറയും. അതാ ജീവിതം കണ്ട് അനുഭവിച്ച് ആസ്വദിച്ചിട്ടാണ്. സുഹുദും തഖ്വയും വറഉം ഒക്കെ നിറഞ്ഞ ജീവിതമല്ലേ ഹസൻ മുസ്ലിയാരുടെ ജീവിതം. വല്ലാത്ത വറയുള്ള ജീവിതമാണ്. അള്ളാഹു അവരെ കൊണ്ട് നമുക്ക് ബറക്കത്ത് ഏറ്റി തരട്ടെ. അപ്പൊ ആ ജീവിതമാണ് ഉസ്താദ് സത്യത്തെ ശരിക്കും പിന്തുടർന്നത്. എന്നിട്ട് ഉസ്താദ് പറയും, പലപ്പോഴും സംവാദത്തിനും മറ്റൊക്കെ വന്നാലും ഇ കെ ഹസൻ മുസ്ലിയാരുടെ ചിന്ത എപ്പോഴും അള്ളാഹുവിന്റെ ദീനീ രംഗത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശ രംഗത്ത് ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മറുപടി കണ്ടെത്തണമോ യാത്രയിലും മറ്റൊക്കെ ഉസ്താദിന്റെ ലക്ഷ്യം അങ്ങനെയാണ്. വളരെ ലളിതമായ രൂപത്തിൽ ജീവിച്ചു, എളുപ്പത്തിലുള്ള മറുപടി. ഫിഖ്ഹിന്റെ എല്ലാ കൗലുകളെയും പഠിച്ചു വെക്കുക എന്നുള്ളൊരു കഴിവാണ്. അതാണ് ഇനിയുള്ള പണ്ഡിതന്മാർ ഉസ്താദിൽ നിന്ന് പഠിക്കേണ്ടത്. മുത്തഅല്ലിമീങ്ങളായ നമ്മളൊക്കെ ഇൽമിലുള്ള അവഗാഹമാണ്. കാരണം പ്രശ്നങ്ങൾ കൂടി വരുന്ന കാലമാണിനി. അതുകൊണ്ട് മുഅ്തമദ് മാത്രം പഠിച്ചു വെച്ചാൽ കഴിയൂല, കൗലുകൾ മുഴുവനും പഠിച്ചു വെക്കണം. കൗലു സാനിയും കൗലു സാലിസും കൗലു റാബിയും ഒക്കെ പഠിച്ചു വെക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയം അവിടെ ഒപ്പിക്കാൻ കഴിയാതെ വന്നാൽ മുഅ്തമദായ മസ്അല അനുസരിച്ച് അപ്പൊ ഉസ്താദ് പറയും, ഇങ്ങനെ ഒരു കൗലുണ്ടല്ലോ, അതൊന്ന് മറിച്ചു നോക്കിയാണ്. അപ്പൊ ആ കൗലും കൂടി പഠിച്ചതുകൊണ്ടാണെന്ന് പറയാൻ പറ്റിയത്. പഠിക്കാത്ത ആൾക്ക് എന്ത് പറയാനാ? എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ അക്വാലുകളൊക്കെ പഠിച്ചു വെച്ച് ഓരോ സമയത്തും സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി പറയാൻ, അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവ് ഉസ്താദിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ആ കൗലുകളൊക്കെ പഠിച്ചു വെക്കണം, ആവശ്യമുള്ളതാണ്, വെറുതെ ആയി പോകൂല. അപ്പൊ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ഈ അഹ്ലു ബൈത്തിന് സ്വതക്ക സക്കാത്തൊന്നും കൊടുക്കണ്ടാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, കൊടുക്കാന്നൊരു കൗലുണ്ടല്ലോ. എന്താ ആ കൗലാരും കാണാത്ത? ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് ഒരു പാവപ്പെട്ട തങ്ങളുണ്ട്, സക്കാത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. പുസ്തകം എത്ര ഉണ്ട് കൊടുക്കാൻ? ഓരോരുത്തർക്കും കൊടുക്കാൻ എത്ര ഉണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾക്ക് തന്നെ 10-15 കൊടുക്കാണ്ടാവും ഒരാൾക്ക്. അങ്ങനെ കുറെ ആൾക്കാർ കൊടുക്കാണ്ട്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കൊടുത്തോളി, ആ തങ്ങൾ ജീവിച്ചോട്ടെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എങ്ങനെ? അതിന് ഷാഫി മദ്ഹബിൽ തന്നെ ഒരു ഖൗലാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇൽമിന്റെ ആഴമാണ്. അങ്ങനെ പഠിക്കണം നമ്മുടെ ഇൽമ്. ഉസ്താദ് അവർക്കൊന്ന് പകർത്തി പഠിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവിടെ ഒരു വജുഹുണ്ടെങ്കിൽ ആ വജുഹും നമ്മൾ പഠിച്ചിരിക്കണം. അത് ഉപയോഗപ്പെടുത്താൻ ഒരു മാർഗം ഉണ്ടാവും. വെറുതെ പറയൂലല്ലോ, വെറുതെ അങ്ങനെ ഒരു മാർഗം പറയൂലല്ലോ. ആ മാർഗവും അവരിൽ നിന്ന് പഠിക്കേണ്ടതാണ്. എന്നിട്ട് ആളുകൾ പൊതുവെ പറയും, മസലകളിലും കാര്യങ്ങളിലൊക്കെ എളുപ്പം കിട്ടണമെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. അതെന്താ സംഗതി? അത് എളുപ്പം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ഒരു സംഗതിയാണെങ്കിൽ രണ്ടാം കൗലോടെ പറഞ്ഞിട്ടില്ലേ? നമ്മളാകെ രണ്ടാം കൗല് പരിഗണിക്കൽ എവിടെയെന്ന് അറിയാം? ഹജ്ജിന് പോകുന്നിടത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാൽ അവിടെ ഷാഫി മദ്ഹബിൽ വേറൊരു കൗലുണ്ട്, അവിടെ മാത്രമേ രണ്ടാം കൗല്, വേറെ സ്ഥലത്തൊന്നുമില്ലേ? ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനനുസരിച്ച് നമ്മൾ നന്നായി പഠിക്കണം ഓരോ മസ്അലകളും. ഉസ്താദ് അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അങ്ങനെ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ വിഷയത്തിലും അമലിന്റെ വിഷയത്തിലും
തീവ്രതയോടെ മുന്നോട്ട് നിന്നോടൊപ്പം നല്ല സ്നേഹസ്മസൃണമായ പെരുമാറ്റവും സ്വഭാവവും അനുഭവങ്ങളും പകർന്നു തന്നത്, എപ്പോഴും നിറപുഞ്ചിരിയോടുകൂടെയുള്ള സംസാരം, അത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ മാധുര്യമാണ്. പലർക്കും അത് അനുഭവമാണ്. ആർക്കും ഒരു ഭാരമാകാത്ത രൂപത്തിൽ, ആർക്കും ഒരു പ്രയാസമാകാത്ത രൂപത്തിൽ എളുപ്പം ചെയ്തിരുന്നു. കരുവമ്പോയിലുള്ള ആൾക്കാർ തന്നെ പറയും, ഹൗലങ്കരയിൽ ഇങ്ങനെ ഉതുടുക്കുമ്പോ ഞാൻ ഒരിക്കൽ കേട്ടത്, വേഗം ഉതുടുത്തോളിട്ടോ, ഉളു എല്ലാ സുന്നത്തും പാലിച്ച് നിങ്ങൾ ഉതുടുക്കുമ്പോഴേക്ക് അവിടെ സലാം വീട്ടെന്ന് പറയും. ഉസ്താദായിരിക്കും ഇമാമ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, നിസ്കരിക്കുന്ന ആള് തഖ്ഫീഫായി, ഇമാമ് തഖ്ഫീഫായി നിസ്കരിക്കണം. കാരണം ഫഇന്ന ഫീഹിമുൽ ളഈഫ വൽ ഫഖീറ വദൽ ഹാജ. ബാക്കിൽ തുടർന്ന ആളുകളിൽ 100 കൂട്ട ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ട്. എല്ലാം കൂടി ഓതിയിട്ട് ബുദ്ധിമുട്ടാക്കരുത്. ഉസ്താദിന്റെ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ സാധാരണ എന്നെ ഉസ്താദ് നിസ്കരിക്കാൻ ഇമാമായി നിൽക്കും. ഉസ്താദിന്റെ അവസ്ഥ നമുക്കറിയാം, നിസ്കരിക്കും. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു സുഹൃത്ത്, ഞാൻ ഉദു കൊടുക്കാൻ വേണ്ടി ഉദു കൊടുക്കട്ടെ എന്നാണ് പോയപ്പോ അയാള് നിസ്കരിക്കുന്നതാണ് അയാൾ ഇമാമെന്ന്. ഇഷായിനാണ്. ഇഷായിന് ഇമാമെന്ന ഉസ്താദ് പരിപാടിക്ക് പോവാ. ഇമാമെന്നപ്പോ ഒരു വല്ലുഹാവല്ലേലും അലം നഷർ ഓതിയ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഫത്തുൽ മീനൊന്നും ഓതിയില്ല വെച്ചു. ഫത്തുൽ മീൻ ഓതിയിട്ടില്ലെന്ന് വെച്ചു. യാത്രക്കാരന് ഓതൽ സുന്നത്തായി പറഞ്ഞ 2 സൂറത്തേതാ? കുല്യാൽ കാഫിറിന്. പിന്നെന്തിനു പറഞ്ഞാണ് യാത്രക്കാരൻ എന്ന് പറഞ്ഞാല് അയാൾ ധൃതിപ്പെട്ടു പോവുകയാണ്. അൽ ബക്കർ ഒന്നായിട്ട് ഓതുക. ഉസ്താദ് പറഞ്ഞു ഫത്തുൽ മീൻ ഓതിയിട്ടില്ലേ? യാത്രക്കാരന്റെ നിസ്കാരത്തിലും കുല്യാ അയ്യുഹൽ കാഫിറൂനയും കുൽ ഹുവല്ലാഹു അഹദും സുന്നത്താന്നില്ലേ? അതാകെ വെള്ളിയാഴ്ച രാത്രിയുള്ള മഗ്‌രിബിന് മാത്ര. അതുകൊണ്ട് ഇനി മേലാൽ ഇയാൾ നിസ്കരിക്കാൻ പറ്റൂലായിരുന്നു. തിരിച്ചു വരുന്ന വരുവിലൊക്കെ എന്നോട് നിങ്ങൾ നിസ്കരിക്കുക, അയാൾ ചിലപ്പോൾ അൽബക്കർ ഓതുന്നു പറഞ്ഞു. അങ്ങനെയാണ് ജനങ്ങൾക്ക് ആവശ്യമായ നിലക്ക് തഖ്ഫീഫാണ്. ഇമാം ബുഖാരി തങ്ങളെ ഹദീസ് വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുണ്ടല്ലോ, സൂറത്തോതിയുള്ള സുന്നത്ത് നിസ്കാരാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്ത് 1-2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ എത്തിയപ്പോഴേക്ക് കുറഞ്ഞ ടൈമേ അതിന്റെ ഇടക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നേരെ വിരിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഉസ്താദ് പറയാണ്, ആ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഇത്ര പെട്ടെന്ന് നിസ്കരിച്ചില്ലേ? അങ്ങനെ നിസ്കരിക്കാനുള്ള ഒരു കഴിവ് ആർജിക്കണം. എന്നാ പിന്നെ ഫാത്തിഹ സൂറത്തിൽ ആയത്ത് വെട്ടിക്കുറക്കാൻ പറ്റൂല, ഒരായത്തും ഒരു അർഫും വെട്ടിക്കുറക്കാൻ പറ്റില്ല. പക്ഷെ തഖ്ഫീഫായി ലഘുവായി നിസ്കരിക്കാൻ പഠിക്കണം. അത് ജനങ്ങൾക്ക് വലിയ ഉപകാരമാണ്. വലിയ ഉപകാരമാണ്. ചെറിയ ഉപകാരമല്ല, വലിയ ഉപകാരമാണ്. ജുമഅക്ക് നേരെ ഒരു മാറ്റം വേണം. ജുമഅയിൽ ഖുതുബ ചുരുങ്ങണം, നിസ്കാരം കുറച്ച് ദീർഘിക്കണം. ജുമഅ നിസ്കാരം സാധാരണ നിസ്കാരം പോലല്ല. ജുമഅക്ക് എപ്പോ നിസ്കരിക്കുമ്പോഴും ഉസ്താദ് ഓതും, ജുമഅ സൂറത്ത് ഓതും, മുനാഫിഖൂൻ സൂറത്ത് ഓതും. പലപ്പോഴും ഈ തറപ്രസംഗം എന്നുള്ള വിഷയത്തിൽ ഉസ്താദ് ഖുതുബ ഓതുന്ന പല സ്ഥലങ്ങളിലും തറപ്രസംഗത്തിന് ആളുകൾ ആക്കം കൂട്ടിയിട്ട് അങ്ങനെ പ്രസംഗം വേണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉസ്താദിനെ അതിനെ മസ്ലാത്തിന് കൊണ്ടുപോകും. അതിന്റെ മറുപടിയും വരും വരായകളൊക്കെ വിശദീകരിക്കാൻ. അപ്പൊ ഉസ്താദ് പറയും, ഈ നാട്ടിൽ കുറെ പ്രായമുള്ള ആൾക്കാരുണ്ട്, കുറെ നേരത്തെ ജുമഅക്ക് വരുന്ന ആളുകളുണ്ട്. ജുമഅ നിസ്കാരം കഴിഞ്ഞു പോയാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ട്, പഠിക്കാൻ പോകേണ്ട കുട്ടികളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടിലെത്തേണ്ടവരുണ്ട്. വീട്ടിലെത്തി ഖിദ്മത്തെടുത്ത് ഭാര്യമാർക്ക് മറ്റോ കുളിച്ച് ഈ കുട്ടികളെ നോക്കേണ്ട ആൾക്കാർ പലരും ഉണ്ട്. ഇവരൊക്കെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള ഒരു പ്രസംഗം ഒരു സ്ഥലത്തെത്തിയ ഉസ്താദ് ചോദിച്ചു, അങ്ങനത്തെ ഒരു പ്രസംഗം ആവശ്യമുണ്ടോ ചോദിച്ചപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രസംഗം ഈ പള്ളിയിൽ ഖിയാമത്ത് വരെ വേണ്ടാന്ന് പറഞ്ഞു. അതോടുകൂടെ തീരുമാനമായി. അവിടെ ഇപ്പൊ കറാഹത്തു ഹറാമൊക്കെ പറയുന്നക്കാരും ഏറ്റവും നല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയലാണ്. ജനങ്ങൾക്കത് ബുദ്ധിമുട്ടാണോ? എന്തിനാ പ്രസംഗമായിട്ട് നടക്കുന്നത്? ആവശ്യമുള്ള ആൾക്കാർ പ്രസംഗം കഴിഞ്ഞിട്ട് കേൾക്കാനിരുന്നവര് ഇരുന്നോട്ടെ, അല്ലാത്തവര് കേട്ടവര് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുത്തോട്ടെ, അങ്ങനെ മതിയല്ലോ. എല്ലാവരും നിർബന്ധിപ്പിച്ച് ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രസംഗം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആളുകൾക്കൊക്കെ ബോധ്യമായി. വേണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇത് കേട്ടപ്പോ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, ഞങ്ങനത്തെ സംഗതി വേണ്ടാന്ന് പറഞ്ഞു. ആവശ്യമാണ് എന്ന് മുന്നോട്ടൊന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആൾക്കാരും വേണ്ടാന്ന് പറഞ്ഞു. ഉസ്താദ് അവർകളെ ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. വശ്യമായ ശൈലിയിൽ ഈ ഉമ്മത്തിന് വലിയ നേതൃത്വം നൽകിയ, കൂടുതലായി സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത, നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദിന് ഒരു സ്ഥാനപ്പേര് ഒട്ടും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ വരുമ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ ഉസ്താദിനോട് പറയണമെന്ന് പൂർവ്വ വിദ്യാർത്ഥികളെ മീറ്റിംഗ് വിളിക്കാൻ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പൂർവ്വ വിദ്യാർത്ഥികളെ മീറ്റിംഗ് വിളിച്ചാൽ എന്താ നടക്കാന്നറിയാം? എനിക്ക് അവരൊരു ഷാള് തരും.
ഒരു ഷാള് തന്ന് ആദരിക്കും. പിന്നെ എവിടെന്നെങ്കിലും കുറച്ച് ഇല്ലാത്ത പൈസക്ക് പിരിച്ചുകൊണ്ടു തരും ഉസ്താദ്. ഇല്ലാത്ത പൈസ എത്രയും കൊല്ലം ദർസ് എടുത്തിരും, ഇല്ലാത്ത കുറേ പൈസ ആൾക്കാരോട് ഉള്ളതും ഇല്ലാത്തൊക്കെ പറഞ്ഞ് ഉസ്താദിന് ഒരു അവാർഡ് എന്ന് പറഞ്ഞ് പിരിച്ചുകൊണ്ട് വരും. പിന്നെ അതിന്റെ പുറമെ ഒരു പേരുണ്ടാകും, എന്തെന്നാ ഷെയ്ഖുൽ മഷായിഖ് എന്ന് എന്തെങ്കിലും ഒരു പേരുണ്ടാകും. അങ്ങനത്തെ ഒരു പേര് എനിക്ക് വേണ്ട. എനിക്കിപ്പോ നല്ല ചൊഗ്ഗുള്ള ഒരു പേരന് ഒരു വരി എഴുതാൻ മാത്രമുണ്ട്, AP മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ആ പേര് മതി, വേറൊരു പുതിയ പേരുണ്ടാക്കണ്ടെന്ന് പറയും. അത്രയും കൊല്ലം ഒരിക്കലും അങ്ങനത്തെ ഒരു മീറ്റിംഗ് വിളിക്കാൻ സമ്മതിച്ചില്ല. പിന്നെയും കുറെ പൂർവ്വ വിദ്യാർത്ഥികൾ പോയിട്ട് ഉസ്താദെ അങ്ങനെ വിഷയങ്ങളൊന്നും വേണ്ട, ഒന്ന് ഒത്തുകൂടി ദ്വാരന്ന് പിരിയാനും ഉസ്താദ് ഒരു ക്ലാസ് എടുത്തു കൊടുക്കാനും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണാനല്ലേ, ഒരു ഭക്ഷണവും കൊടുക്കാം, എന്ന് അങ്ങനെ ആയിക്കോട്ടെ. ബുഖാരി തീരുന്നന്ന് ഇപ്പോഴും ഓർക്കാണ്, കാന്തപുരത്ത് ഞങ്ങൾ ഓതുമ്പോൾ ഉസ്താദിന്റെ ബുഖാരി ഖത്തുമായി. അപ്പൊ ബുഖാരിന്റെ ഖത്തുമ് എന്ന് പറഞ്ഞാൽ ദുആന് ഉത്തരം കിട്ടുന്ന ഒരു ഖത്തുമാണല്ലോ. ഷെയ്ഖുനാ സുൽത്താൻ ഉലമയുടെ വലിയൊരു മജ്ലിസാണത്. ഇനിയും അത്തരം മജ്ലിസുകൾ അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദ്വാരക്കുമ്പോൾ ഉസ്താദുമാർക്ക് വേണ്ടി, അവരുടെ തൂറിൽ ഉംറന് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് കിട്ടുന്ന ഉപകാരമല്ലല്ലോ അവരുടെ ജീവിതം കൊണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അത് കരുതിക്കൊണ്ടാണ് നമ്മൾ ദ്വാരക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ജീവിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ആൾക്കാർക്ക് എന്ത് വരാനാ? അവരുടെ ജീവിതം കൊണ്ട് ഒരുപാട് ഖൈറ് ഈ ഉമ്മത്തിന് ലഭിക്കാനുണ്ട്. അതിനു വേണ്ടി ദ്വാരക്കണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കാശ് പിരിച്ചു. ബുഖാരിന്റെ ഖത്തുമല്ലേ, ഒരു പൊറാട്ടി ഇറച്ചി വാങ്ങാൻ. പതുക്കെ ഞങ്ങളെ കൂട്ടത്തിൽ സയ്യിദ് ഉണ്ടായിരുന്നു. സയ്യിദിനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു, ഞങ്ങളോട് എന്തെങ്കിലും ഉസ്താദ് ദേഷ്യം പിടിക്കണ്ട, നല്ലൊരു മജ്ലിസ് ഒരുങ്ങാൻ പോവല്ലേ. അപ്പൊ തങ്ങൾ പോയിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ഒരു ഇറച്ചിയും പത്തിരി ആരാ കൊടുക്കുന്നു ചോദിച്ചു. ഉസ്താദ് ആരാ കൊടുക്കുന്നു ചോദിച്ചു. ഞങ്ങളെല്ലാരും കൂടി പിരിവ്. നിങ്ങൾ ആരെയും പിരിവ് വേണ്ട, ബുഖാരി ഇവിടെ ഓതി ഖത്തുമാക്കിയത് ഞാനല്ലേ, നിങ്ങൾക്കൊക്കെ ഉള്ള ഭക്ഷണം എന്റെ വകയാണ്. ബുഖാരിന്റെ ഖത്തുമാണെന്ന് ഞാനാണ് ഇത്രയും കൊല്ലം നിങ്ങൾക്ക് ഈ ബുഖാരി ഓതി തന്നത്. അതുകൊണ്ട് ഖത്തുമിന്റെ അന്നുള്ള ഭക്ഷണത്തിന്റെ ചെലവ് മൊത്തം ഞാൻ. നിങ്ങൾ ആരും ഒറ്റ കുട്ടിയിലൊന്നും പിരിക്കരുത്, ഒരാളെ കാശും കൊണ്ടുവരുത്. അങ്ങനെ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി ബുഖാരിന്റെ ഖത്തുമ് തീർത്ത് ദുആയിരുന്നു. അവർ ഇമാമിയങ്ങളെ പൊരുത്തം വാങ്ങുന്നത് അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ തപസ്സിരുന്ന് ഓരോ ഹദീസ് എഴുതുമ്പോഴും ഒരു കുളി കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ ഹദീസ് എഴുതിയ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിന് ഏറ്റവും വലിയ അംഗീകാരം നൽകിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്ത് അതുകൊണ്ടാണ് അതിന് സർവാംഗീകാരം ഉണ്ടായത്. അത്രയും ബഹുമാനത്തോടുകൂടെ ആരുടെ ഹദീസാ എഴുതുന്നത്, ആരുടെ അമലാണ്, ഫീലാണ്, ഖൗലാണ് എഴുതുന്നത്. അതുകൊണ്ട് അതിനോടുള്ള വലിയ ബഹുമാനം. 2 റക്അത്ത് നിസ്കരിച്ച് കുളിച്ച് ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഒരു ഹദീസ് എഴുതുന്നത്. അടുത്ത ഹദീസും അങ്ങനെയാണ്, ആ എഴുതിയ ഹദീസുകളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് സർവാംഗീകൃതമായ വലിയ ബഹുമാനം കിട്ടി ആ കിതാബിനും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്കും ആ കിതാബ് ഓതിക്കൊടുക്കുന്നവർക്കും വായിക്കുന്നവർക്കും ഒക്കെ ബഹുമാനം കിട്ടി. അല്ലാഹു തആല ഉസ്താദ് അവരുടെ ജീവിതം പകർത്തി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും ഉസ്താദ് പറയാറുണ്ട്, സമ്പത്ത് നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഞങ്ങളോടൊക്കെ ഉപദേശിക്കുന്ന ഉപദേശമാണ്, സമ്പത്തിൽ മായവും കലർപ്പും വന്നു പോകരുത്. മക്കളും പേരമക്കളും വഴിയാധാരമായി പോകും. അവര് നന്നായി കിട്ടൂല, നല്ല വജിഹിലായി കിട്ടൂല, ഇബാദത്തിന്റെ മാധുര്യവും ഇഖ്ലാസും ഒന്നും അവർക്ക് കിട്ടൂല. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്ന വലിയ അനുഭവം അത് തന്നെയാണ്. നിങ്ങൾ നോക്ക്, പണ്ഡിതന്മാര് മുഴുവനും ആ രൂപത്തിലാണ് ചിന്തിച്ചത്. ഞാൻ ബറക്കത്തിന് വേണ്ടി ഒറ്റ ചരിത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഒരാളിൽ നിന്നും ആവശ്യമില്ലാത്ത, അർഹതയില്ലാത്തൊരു പണം നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഉസ്താദിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ പരമ്പരയും മക്കളൊക്കെ നന്നാകുള്ളൂ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, വർഷങ്ങളോളം ഞാൻ അള്ളാഹുവിന് ഇബാദത്തെടുത്തു. പക്ഷേ എത്ര ഇബാദത്തെടുത്തിട്ടും ഇബാദത്തിന് ഒരു രുചി ലഭിക്കുന്നില്ല. ഇബാദത്തിന്റെ ഒരു രുചിയുണ്ട്, മാധുര്യമുണ്ട്, രസമുണ്ട്. ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് കടന്നു നിന്നിട്ട് ചോദിച്ചു, ഉമ്മാ ഇന്നി ലാ അജിദുൽ ഇബാദത്തി വലാ ലിത്വാഅത്തി ഹലാവതൻ അബദാ. ഇബാദത്തിന് എനിക്ക് മധുരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹൽ തനാവൽത ശൈഅൻ മിന ത്വഅമിൽ ഹറാം ഹൈസു കുന്തു ഫീ ബത്നിക വഹീന റളാഇ. ഞാൻ നിങ്ങളെ പള്ളയിൽ താമസിച്ച കുറച്ച് കാലമുണ്ട്. നിങ്ങൾ എന്നെ ചുമന്ന് ഗർഭം ചുമന്ന കാലത്തോ എനിക്ക് മുലയൂട്ടുന്ന സന്ദർഭത്തിലോ എന്തെങ്കിലും ഹറാമായ ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. കുറെ നേരം ഇരുന്ന് ഉമ്മ ആലോചിച്ചു. ദീർഘിച്ച ദിവസങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു ചെറിയ ഓർമ്മ കിട്ടിയിട്ടുണ്ട്. ലമ്മാ കുന്ത ഫീ ബത്നി,
നീ എന്റെ വയറ്റിലായ സമയത്ത് നിന്നെ ഗർഭം ചുമന്ന് ഞാൻ ഇങ്ങനെ നടക്കുമ്പോ തട്ടിൻപുറത്തൊരിക്കൽ ഞാൻ കയറി. ആ വീടിന്റെ തട്ടിൻപുറത്ത് കയറിയപ്പോ തട്ടുഭാഗത്ത് അവിടെ ഒരു ജവന ഇരിക്കുന്നുണ്ട്, ഒരു പാത്രം ഇരിക്കുന്നുണ്ട്, വലിയൊരു പാത്രം. ആ പാത്രത്തിൽ ഒരു പാൽക്കട്ടിയുണ്ട്. സത്യത്തിൽ ആ പാത്രവും പാൽക്കട്ടിയും എന്റേതല്ല. പക്ഷേ പാൽക്കട്ടി കണ്ടപ്പോൾ എനിക്ക് വലിയ ആശ തോന്നി. കുറച്ച് അതിൽ നിന്നെടുത്ത് ഒരു ചെറിയ വിരലിന്റെ ഒരു വിരൽക്കൊടിയുടെ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുത്ത് ഞാൻ അങ്ങനെ ടേസ്റ്റ് നോക്കി. കണ്ടപ്പോൾ ഒന്ന് രുചി നോക്കിയതാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. ഉടമസ്ഥന്റെ അനുവാദം ഞാൻ ചോദിച്ചിട്ടില്ല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ മാ ഹുവ ഇല്ലാ ഹാദാ, ഇത്രയും കൊല്ലം ഇബാദത്തെടുത്ത് എനിക്കൊരു രുചിയും കിട്ടാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് ആ ഉടമസ്ഥനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ പൊരുത്തം ചോദിക്കണം. ഉമ്മ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ആ ഉടമസ്ഥനോട് പറയുന്നു, കുട്ടിക്കാലത്ത് എന്റെ മോൻ അബൂ യസീദിനെ ഞാൻ വയറ്റിൽ ചുമന്ന് നടക്കുന്ന കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ആ മനുഷ്യൻ അത് പൊരുത്തപ്പെട്ടു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഇബാദത്തിന് നല്ല ആനന്ദമുണ്ട്, നല്ല സുഖമുണ്ട്. നിസ്കരിച്ചാലും ഖുർആൻ ഓതിയാലും ദിക്ർ ചൊല്ലിയാലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇരുന്നാലും എനിക്ക് വല്ലാത്ത അനുഭൂതിയുണ്ട്. സാമ്പത്തികമായ രംഗത്ത് ക്ഷീണം അനുഭവിക്കാതെ നല്ല കഴിവിന്റെ പരമാവധി അർഹമായത് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാര് സദാത്തുക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഹയാത്തിലുള്ള മുഴുവൻ സദാത്തുക്കൾ ഉലമാഇന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.